الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. ഹുനാലിക്ക എന്ന് പറഞ്ഞ ആ അവസരത്തിൽ, ഏതവസരത്തിൽ? സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ഭാര്യക്കും മക്കളായിട്ടില്ല, അനിയൻ പുയ്യാപ്പിള ഇമ്രാൻ എന്നവർക്കും മക്കളായിട്ടില്ല. ഇമ്രാൻ എന്നവർക്ക് ഇപ്പം അന്നത്ത് ബീബി മറിയമ്മിനെ പ്രസവിച്ചു. സക്കരിയ അലൈഹിസ്സലാമിൻ്റെ പള്ളിയിൽ കൊണ്ടാക്കി അവിടെ മൂപ്പറ തർബീയത്തിൽ കഴിയുന്നു. റൂമിലേക്ക് കയറുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഭക്ഷണ വസ്തുക്കൾ കറാമത്തായിട്ട് കണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യൻ്റെ അനിയത്തിക്ക് മക്കളായപ്പോൾ എനിക്കും കിട്ടുമല്ലോ. അപ്പോൾ തത്തുല്യമായ ഒന്ന് കണ്ടില്ലേ? അല്ല, ഞാൻ മിഞ്ഞാന്ന് മിസാല പറഞ്ഞേ, ഇത് റാഷിദിനും പൊരയില്ല, മജീദിനും പൊരയില്ല. റാഷിദ് തലയിട്ടിട്ട് കട്ടിൽ വെക്കുമ്പോൾ എന്താക്കുന്ന ഞാൻ പറഞ്ഞു, ഹുനാലിക്കാണ്ട് ദ്വാരക്ക് രണ്ടാമത് ആവശ്യക്കാരനല്ലേ. അപ്പം നിങ്ങൾ സക്കരിയ അലി ഇസ്ലാമിൻ്റെ സ്ഥാനത്തായി നിങ്ങൾ ദ്വാരക്ക് എനിക്കൊരു വരവണം. അതാണ് ഹുനാലിക്ക. അതാ ലമ്മാ റഅ സക്കരിയ അലൈഹിസ്സലാം ഹാല മറിയം. സക്കരിയ അലൈഹിസ്സലാം മറിയം ബേബിയുടെ അവസ്ഥ കണ്ടിടെ, ഫീ കറാമത്തിഹാ അലല്ലാഹ്, അല്ലാഹു തആലാന്റെ അടുക്കൽ മറിയം ബേബി എത്ര വലിയ കറാമത്തുണ്ടെന്ന് കിട്ടി. സംഗതി മനസ്സിലായിട്ടില്ലെന്ന്. റഗിബ ഫീ അൻ യകൂന ലഹു വലദുൻ, അവർക്കും മക്കളുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചു. മിസ്ല വലദി ഉഖ്തിഹ, ഉഖ്തിൻ്റെ വലത് കണ്ടതുപോലെ. ഹന്നത്ത് ബീബി, ഹന്നത്ത് ബീബി ഭാര്യൻ്റെ ആയിട്ട് അനിയത്തിയാണ്. സക്കരിയ അലൈഹി സ്വലാം മൂത്തത്. അതോട്ടെ എന്ത് വിഷയത്തിൽ? ഫിൻ നജാബത്തി വൽ കറാമത്തി അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കറാമത്തിൻ്റെ വിഷയത്തിലും നല്ല ബുദ്ധിസാമർത്ഥ്യത്തിൻ്റെ വിഷയത്തിലും. ഇത് പ്രസവിച്ച് ഏതാനും ദിവസമായിട്ടുള്ളൂ. അപ്പോഴാണ് കാലത്ത് മെന്നൻപില്ലാന്ന് അസ്ബാബിനെ ഒഴിവാക്കിയിട്ട് അള്ളാഹ് തന്നാന്ന് പറഞ്ഞു കൊടുക്കുന്നു. വൈൻകാനത്ത് ആക്കിറൻ അജൂസൻ, ആ ഭാര്യയും എന്ത് തന്നെ ആക്കിറും അജൂസും ആയിരുന്നു. ദഅ സക്കരിയ റബ്ബഹു, സക്കരിയ അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു. ആ ദുആയാണ് ഖാല റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. ത്വയ്യിബായ ഒരു ദുർരിയത്തിനെ എനിക്ക് നൽകണം, ഓശാരമായിട്ട്. ഹബ് എന്നാ പറഞ്ഞത്. എന്നാ ഞാൻ പറഞ്ഞേ, മക്കളെ കാര്യത്തിൽ എവിടെ പറഞ്ഞ അവിടൊക്കെ വഹബ 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 ഹിബത്താണ്. അപ്പൊ പാമ്പിന്റെ മുട്ട കൊടുത്തോണ്ട് ഹിബത്ത് കിട്ടൂല. ഇപ്പം പോകുന്നുണ്ട്. എന്തേറ്റവും പഠിച്ച ജാഹില് വന്നോടൊക്കെ ആകുന്നുണ്ടല്ലോ. അതാ തെളിവ്. ആകുന്നുണ്ട്, മുട്ട കൊടുക്കാത്താക്കും ആകുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ കൊടുത്താൽ പോലെ. അപ്പൊ മുട്ട എഫക്ട് ചെയ്തിട്ടില്ല. അതിന്റെ കാവൽക്കാരൻ കൊണ്ടുപോയിട്ട് അവൻ ലക്ഷവും മറ്റേ കോശയാക്കി തിന്നുമ്പോൾ ഇവിടെ എങ്ങനെ മക്കളുണ്ടാകുന്നു? അവനോട് എന്നെ ചോദിച്ചല്ല ഈ മുട്ടയാക്കൾ എന്താ ചെയ്യല്. ഞാൻ പെരക്കെ കൊണ്ടപ്പോ തിന്നും, അടിച്ചിടും, ഓംലെറ്റാക്കും, മാറ്റും. അല്ലാതെ നമ്മളെ മക്കൾ കൊടുത്തു കൊടുത്തിട്ടില്ല. അവിടെ ബുർക്കധാരികളായ പടങ്ങന്മാരെ കാണുന്നു. അവിടെ പറയുന്നു മില്ലതുങ്ക എന്ന് പറഞ്ഞാൽ എന്താ? ആ യാത്തിനെ മിൻ മഹളി ഖുദ്റതിക, നിന്റെ വക്കൽ നിന്ന്, മിൻ ഗൈരി തരീഖ് മുഅ്താദ്, പതിവായ മാർഗം ഇവിടെ ഇല്ല. സാധാരണ പതിവനുസരിച്ചാണെങ്കിൽ ആ കിറും അജൂസുമായ പണങ്ങൾ പ്രസവിക്കില്ല. അപ്പൊ അള്ളാഹ്ക്ക് അത് പ്രശ്നമല്ല, അള്ളയാണ് കൊടുക്കുന്നെങ്കിൽ. ദുർരിയത്തൻ ത്വയ്യിബത്തൻ എന്ന് പറഞ്ഞാൽ വലദൻ സ്വാലിഹൻ മുബാറക്കൻ തഖിയ്യൻ റളിയൻ മർളിയ. ഇനെന്താ വേണ്ടത്? സാലിഹാവണം, മുബാറക്കാവണം, തഖിയ്യാവണം, റളിയാണ്, മർളിയാണ്. റളി എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ തൊട്ട് പൊരുത്തപ്പെടുന്ന ആള്. മർളി എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ വെക്കുന്ന പൊരുത്ത ഇങ്ങോട്ട് കിട്ടിയാള്. ഈ ദുർരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദുർരിയത്തു എവിടെ? മില്ലതുങ്ക ദുർരിയത്തൻ ത്വയ്യിബത്തൻ എന്ന് പറഞ്ഞ ദുർരിയത്ത് അൻ നസ്ലു, സന്താനമാണ്.
തഖഅൽ വാഹിദി ബൽ ജംഇ, അത് ജംഇന്റെ മുഫ്രദിനല്ല ഒറ്റവാക്കാം. വൽ മുറാദു ഹാ ഹുനാ വലതും വാഹിദുൻ, ഇവിടെ വാഹിദെ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഒരു പ്രസവത്തിൽ അത്രയാണ് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലാതെ ഒരു കൂട്ടം പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ലല്ലോ. ദുര്രിയത്തിന് തയ്യിബ് എന്ന് വസ്ഫ് പറഞ്ഞെന്താ? തയ്യിബ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും എല്ലാവർക്കും നല്ലതായി അറിയപ്പെടും. അത് തയ്യിബത്ത്. ഇത് നമുക്കും ദ്വാരക്കാനുള്ള കിരിമത്താണ്. അത് തന്നെ ഇന്നലെ പറഞ്ഞു തീർന്നു, അതിന്റെ പൊതുവെ തീർന്നു. ഇന്നലെ ഖുർആന്റെ നെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ദ്വാരക്കണം. ഇയ്യാക്ക അഅ്ബുദു വഇയ്യാക്ക അസ്തഈൻ എന്നല്ലോ ഒറ്റക്ക് നിൽക്കിരിക്കുമ്പോ ഹബിലി فلا يكون فيه أمر يستخبث ويعاب. ഖബീസായി കാണപ്പെടുന്നതോ ആക്ഷേപാർഹമായി കാണപ്പെടുന്നതോ ഒന്നും അവരിൽ ഉണ്ടാവില്ല. എന്നിട്ട് അള്ളാഹുവിനെ പറ്റി മദ്ഹ് പറഞ്ഞു, ഇന്നക സമീഉ ദുആ ആണ്. സമീഅ എന്ന് പറഞ്ഞാൽ കേൾക്കലെന്നല്ലേ, കേട്ടോണ്ടെന്താ കാര്യം? അതിന് പറഞ്ഞു കേട്ടാൽ ഉത്തരം ചെയ്യുന്നതെന്ന് അർത്ഥം വരുന്നത്. അതേതുപോലെ ഐ മുജീബഹു എന്ന് പറഞ്ഞതിന് ഉത്തരം കൊടുത്തു. ഫീ കമാ ഫീ ഖൗലിഹിം സമിഅ അല്ലാഹു ലിമൻ ഹമിദഹ്. അള്ളാഹുവിനെ സ്തുതിച്ചാൽ അള്ളാഹ് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉത്തരം ചെയ്യട്ടെ എന്ന്. കേൾക്കല് പിന്നെ ഉത്തരം ചെയ്താലും ഇല്ലെങ്കിലും കേൾക്കുമല്ലോ. ഹമിദാന്നില്ല, ഹമിദ എന്ന് പറഞ്ഞാൽ മക്കനെയും ഖത്തീബും കൂടെ കൂടിയാന്ന് തോന്നുന്നു, അങ്ങനെ തസ്നിയായി. പിന്നെ ഹമിദർന്നുണ്ട്, അപ്പുറത്തെ റബ്ബനാന്റെ റാഹത്തിൽ ഇപ്പുറത്ത് സമിഅല്ലാഹു ലിമൻ ഹമിദർ. റബ്ബനാന്റെ വഹാദാ ലിഅന്ന മൻ ലം യുജിബ് ഫകഅന്നഹു, എന്താണ് ഈ സമിഅ എന്ന് പറഞ്ഞ എന്തിനാണ്? ഒരാൾ ഉത്തരം ചെയ്തില്ല എങ്കിൽ കേട്ടിട്ടില്ലാത്ത ആളാ മതി. അപ്പൊ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യട്ടെ. അപ്പൊ കേൾക്കലും ഉത്തരം ചെയ്യലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും അല്ലേ? അതല്ല മല്ലം യുജിബ് ഫകഅന്നഹു ലം യസ്മഅ. ഉത്തരം ചെയ്യാത്ത ആള് കേൾക്കാത്ത ആളെ മതി. അപ്പൊ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യണം എന്നായി. ഫഇൻ ഖീല ഇന്ന സക്കരിയ അലൈഹിസ്സലാം കാന ആലിമൻ ഫീ ഖുദ്റത്തില്ലാഹി തആല ദാലിക. അള്ളാഹുവിന്റെ ഈ ഖുദ്റത്തിൽ ആരായിരുന്നു? സക്കരിയ അലൈഹിസ്സലാം നേരത്തെ അറിവുള്ളവർ തന്നെയാണല്ലോ, റസൂലല്ലേ വെറുതെ. ഖബല റുഅയത്തി ഹാലി മറിയം, മറിയമിന്റെ ഹാല് കാണുന്നതിന്റെ മുമ്പും. എന്നാ ഫഹല്ല സഅല ഖബല ദാലിക്, ഇപ്പൊ ഹന്നത്ത് ബീബി മറിയമ്മിനെ പ്രസവിക്കാൻ കത്തിക്കണം, ഇത് പറയാൻ പഠിച്ച്. അപ്പൊ കൊല്ല ഖദ് യസ്ദാദുൽ ഇൻസാനു റഗബതൻ ഫി ശൈഇ ഇദാ ആയനഹു. ഒരു കാര്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ എന്താക്കും? റഗബത്ത് അന്നേരം കൂടാറുണ്ട്. വൈൻ കാന ആലിമൻ ബിഹി ഖബലഹു, മുമ്പേ ആലിമാണെങ്കിലും. അതിനോടാണ് ഹുനാലിക്ക എന്ന് പറഞ്ഞതിനർത്ഥം. ഉത്തരം ചെയ്തോ നോക്കാം. فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين. يبشرك نرى أشري بدوان അവർക്ക് അസ്ത്രം വായിച്ചിട്ട് പത്താക്കണം. ഖിതാബ് ആരോടാണ്? സക്കരിയ അലൈഹി ഇസ്ലാമിനോട്. പെണ്ണുങ്ങളോട് ഖിതാബ് കി, ആണുങ്ങളോട് മുഫറദാണെങ്കിൽ ക, രണ്ടെങ്കിൽ കുമ. അത് പെണ്ണുങ്ങൾ ആ മുഖാത്തബൻ നോക്കിയിട്ടാണ് അവിടെ ലമീർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റല്. ഫനാദത്തുൽ മലായിക, സക്കരിയ അലൈഹി ഇസ്ലാമിനെ മലായിക്കത്തുകൾ വിളിച്ചു. ഇപ്പൊ ഇവിടെ മലായിക്കത്ത് ഇവിടെ ജംആൻ. അപ്പൊ കുറെ മലക്കുകൾ വിളിച്ചു എന്നാ കിട്ടലി. എന്നാ പറയുന്നത് ഐ ജബ്രായിൽ അലൈഹിസ്സലാമാണ്. എന്നാൽ ഒറ്റ ജിബ്രീൽ എന്തിനാ ജമ്മാക്കി? അതിന് ബഹുമാനപൂർവ്വം ജമ്മാക്കലുണ്ടല്ലോ. ഒരു വ്യക്തിനെ തന്നെ നിങ്ങൾ വിളിക്കലില്ലേ? വലമ്മാ കാന ജബ്രായീലു റഈസഹും, ജബ്രായിൽ അലൈഹിസ്സലാം മലായിക്കത്തിന്റെ തലവനാണ് അല്ലേ? അബ്ബറ അൻഹു ബിസ്മിൽ ജമാഅ, അതുകൊണ്ടാണ് ജമാഅത്തിന്റെ പേരിട്ടത് മലായിക്കത്ത്. എന്തിനാ? തഅലീമല്ലഹു, അവർ ആദരിച്ചിട്ട്. അതിനാണ് പൂജക ബഹുവചനം എന്ന മലയാളത്തിൽ പറയല്. തഅലീമന്റെ ജമ്മ്. ഒരു വ്യക്തിനോടും അസ്സലാമു അലൈക്കും എന്നാ പറയല്.
വഹുവ ആര് സക്കരിയ അലൈഹിസ്സലാം. അപ്പം വൽ ഹാലു അന്ന സക്കരിയ അലൈഹിസ്സലാം എന്താ പണിയില് ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, മിഹ്റാബിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന അവസരത്തിലാണ്. അപ്പം മിഹ്റാബ് എന്ന് പറഞ്ഞാൽ ഫിൽ മസ്ജിദി, ഒന്നുകിൽ പള്ളിയിൽ, ഔ ഫി ഖുർഫത്തി മറിയം, അല്ലെങ്കിൽ അൽ മിഹ്റാബ് ഏതാണ് മറിയം ബീബിക്ക് ഉണ്ടാക്കി കൊടുത്ത അവിടെ ഉണ്ടല്ലോ, അവിടെ ഒന്നുകിൽ അതാകാം. എന്താ വിളിച്ചു പറഞ്ഞത്? അന്നല്ലാഹ യുബശ്ശിറുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ബി യഹ്യ, യഹ്യ എന്ന കുട്ടിനെ കൊണ്ട്, യഹ്യ എന്ന കുട്ടിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഐ ബി അന്നല്ലാഹ തആല യുബശ്ശിറുക ബി യഹ്യ, എന്നുവെച്ചാൽ ബി ബലദിൻ ഇസ്മുഹു യഹ്യ, ആ കുട്ടിന്റെ പേര് യഹ്യ എന്നാകുന്നു. അപ്പൊ പേര് അല്ലാഹു തആല തന്നെ കൊടുത്തതാണ്. നല്ല പേരുമല്ലേ, ഹയാത്തായിക്കൊണ്ടേ നിൽക്കുന്നതെന്നല്ല അർത്ഥം. നമ്മുടെ ഇമാമിങ്ങനെ എത്രപ്പാട് യഹ്യ ഉണ്ടെന്ന് ഇരിക്കുന്നു. യഹ്യാന്റെ പട്ടിക തന്നെ ഉണ്ട്. യഹ്യ ബിൻ സഈദ് അൽ ഖത്താനി, യഹ്യ ബിൻ സഈദ് അൽ മഈൻ എന്ന് തുടങ്ങിയിട്ട് യഹ്യ ബിൻ സക്കരിയ. ആ യഹ്യ അലൈഹിസ്സലാമിന്റെ ഹാൽ എന്താണ്? മുസദ്ദിഖൻ ബി കലിമത്തി മിനല്ലാഹ്, അള്ളാഹിന്റെ വക്കൽ നിന്നുള്ള ഒരു കലിമത്ത് കൊണ്ട് സത്യമാക്കുന്ന ആളാണ് യഹ്യ. ആരാ അള്ളാഹിന്റെ കലിമത്ത്? ഈസാ അലൈഹിസ്സലാം. ഇനി മറിയം ബീബിയിൽ നിന്നുണ്ടാകണം ആര്? ഈസാ അലൈഹിസ്സലാം. ഇപ്പൊ മറിയം ബീബി ആരാന്ന് ആകല്? മൂത്തമ്മ അല്ലെ ഇളയമ്മ, ഉമ്മരനിയത്തിയല്ലേ. ആ വരാൻ പോകുന്ന ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ട് മുസദ്ദിഖാണ്. ഇത് അമ്പിയാക്കൾ പരസ്പരം അസ്ഥി കലർന്നവരാണല്ലോ. വൈന്നമാ സുമ്മിയ കലിമത്തല്ലാഹി, ഈസാ അലൈഹിസ്സലാമിന് കലിമത്തുല്ലാഹി എന്ന് പേര് വന്നത് എന്താ? അതുപോലെ റൂഹും മിൻഹു എന്ന് മറ്റൊരു പേരുണ്ട്. ലിയന്നഹു മദ്ഹറു ഖൗലിഹി കുൻ, അല്ലാഹുവിന്റെ കുൻ എന്ന ഖൗലിന്റെ മദ്ഹർ ആയതുകൊണ്ടാണ്. കുൻ എന്നുള്ളത് കലിമത്തായിട്ട് പറയും. കുൻ എന്ന് പറഞ്ഞാലും കാഫുൻ നൂൻ ഉച്ചരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ ലഫ്ള് വന്നില്ലേ? അതിന് ആ കുഞ്ഞിന്റെ അബ്റ എന്നു എന്താണ് അത്? ഖാല സുദ്ദി റളിയല്ലാഹു അൻഹു ലഖിയത്ത് ഉമ്മു യഹ്യ, ഉമ്മ ഈസ, യഹ്യ അലൈഹിസ്സലാമിന്റെ ഉമ്മ ഈസാ അലൈഹിസ്സലാമിന്റെ ഉമ്മാനെ കണ്ടു. അപ്പൊ ആരത്? അനിയത്തിന്റെ മോള്. ഉമ്മു യഹ്യ ആരാണ്? സക്കരിയ അലൈഹിസ്സലാമിന്റെ ഭാര്യ. അത് ഏട്ടത്തിയായിട്ട് വെക്കും അല്ലേ? ഈസാ അലൈഹിസ്സലാമിന് മറിയം ബീബി, അപ്പൊ ഹന്നത്തിന്റെ മോള്, അപ്പൊ അനുജത്തിന്റെ മോള്. ഫഖാലത്ത് യാ മറിയമു അശഅറതി ബിഹബലി, മറിയമേ ഞാൻ ഗർഭിണിയാണെന്ന് നീ അറിയോന്ന് ചോദിച്ചു. ഫഖാലത്ത് മറിയം പറഞ്ഞ് വഅന അയ്ളൻ ഹബല, ഞാനും ഗർഭിണിയാണ് എന്ന് പറഞ്ഞു. ഖാലത്ത് ഫഇന്നി വജത്തു മാ ഫീ ബത്നി, എൻ്റെ വയറ്റിലുള്ള കുട്ടിയുണ്ടല്ലോ അതിനെ ഞാൻ എത്തിക്കുന്നുണ്ട്. യസ്തുദു മാ ഫീ ബത്നികി, നിന്റെ ബത്നിലുള്ളതിന് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പം മറിയമിന്റെ മനസ്സിലായില്ല. വകാന യഹ്യ അക്ബറ മിൻ ഈസാ ബി സിത്തത്തി അശ്ഹുർ, യഹ്യ അലൈഹിസ്സലാം ഈസാ അലൈഹിസ്സലാമിനേക്കാൾ 6 മാസം മൂത്ത ആളാണ്. സുമ്മ ഖുതില യഹ്യ, പിന്നെ യഹ്യ അലൈഹിസ്സലാം കൊല്ലപ്പെട്ട് ഷഹീദായതാണ്. ഖബില അൻ റുഫിഅ ഈസാ അലൈഹിസ്സലാമിന് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് സമായിലേക്ക്. അപ്പൊ ഈസാ അലൈഹിസ്സലാമിനേക്കാൾ മുമ്പേ വഫാത്തായി. ഈസാ അലൈഹിസ്സലാം ഇപ്പൊ വഫാത്താവില്ല, അതിന് കാലം കഴിയണം. ഇനി ഒന്ന് മുസദ്ദിഖ്, രണ്ടാമത്തെ വസ്തു സയ്യിദൻ. സയ്യിദാര റഈസൻ യസൂദു ഖൗമഹു, ഒരു സമുദായത്തിനെ നയിക്കുന്ന റഈസായി. 2 അപ്പൊ വയഫൂഖുഹും ഫി ശറഫി, ഷറഫിന്റെ വിഷയത്തിൽ അവരെല്ലാം മറികടക്കും. ഇനി മൂന്നാമത്തെ വസ്ഫ് ഹസൂറൻ, യഹ്യ അലൈഹിസ്സലാമിന്റെ വസ്ഫാണ് മുസദ്ദിഖ്, സയ്യിദ്, ഹസൂർ. ഐ മുബാലിഗൻ ഫി ഹസ്റിൻ നഫ്സ്, നഫ്സിനെ കൺട്രോൾ ചെയ്യുന്ന വിഷയത്തിൽ അങ്ങേയറ്റം മുബാലിഗ. അതാണ് ഫഊൽ വസനായിട്ട്, അല്ലെങ്കിൽ ഹാസിർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഫഊൽ വസനിട്ട് കഴിഞ്ഞാൽ ഭാഷന്റെ പ്രയോഗം അങ്ങനെയാണ്. അതമ്മ ഭാഷ പഠിക്കലും എല്ലാം ഖുറാനിൽ കൂടെ അങ്ങ് തീരും. ഭാഷയും ലഹബും മന്ദിക്കും മാനിയും നാടനും മസലും എല്ലാം ഇതങ്ങോട്ട് വന്നോളും. അത് പ്രത്യേകം പഠിക്കണ്ടേയില്ല, ഖുറാൻ പഠിച്ചാൽ മതി. മന്ദിക്ക് പഠിച്ചിട്ട് കല്ലൊന്നും മനുഷ്യനല്ല, മനുഷ്യനൊന്നും കല്ലല്ല എന്ന് പഠിച്ചിട്ട് പഠിച്ചിട്ട് മാർക്ക് കിട്ടിയോണ്ട് ഇവിടെ എന്താ കാര്യമുണ്ട്?
എല്ലാ ഫേനും തിരിയുന്ന കാലത്തോളം തിരിയും ഒപ്പാക്കിയൊക്കെ ഇട്ടുപോകും. അങ്ങനെ പഠിച്ചു നോക്കുന്നു. ഉള്ളക്കാത്തിനും ഉത്താദിക്കുള്ളസാമി വിദ്ദവാമി മാതാമക്കാത്തിമ ലാദായിമായി എഴുതുന്നവനെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കയ്യാനം കൊണ്ടതാണ്, എപ്പോഴും അനങ്ങുന്നതല്ല. ഞാൻ മന്തിക്ക് പറയും, മന്തിക്ക് മുലാക്കൊക്കെ തിരിയേറ്റാന്ന്. മന്തിക്ക് എൻ്റെ വേറിപ്പോയതേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഞാൻ കിതാവുന്നതിന് മുമ്പ് മന്തിക്ക് സ്വയം ഉണ്ടാക്കി. മന്തിക്കിന് കിതാബ് വേണ്ടല്ല. അതാ ഫി ഹസ്റിൻ നഫ്സി, അതെന്തിനാ ഫഊൽ, ഗഫൂർ, ഫഊൽ, അതുപോലെ തന്നെ പല തഹൂർ, പല ഫഊൽ വസന പറയുന്നുണ്ടല്ലോ. വറൂബ്, അടിയേ അടിയാണ്. വഹബ്സിഹാ അനിശ്ശഹവാതി, ഷഹവാത്തിനെ തൊട്ട് തടഞ്ഞു നിർത്തുന്ന വിഷയത്തിലും മുബാലിഗ ചെയ്യുന്നു. ഏതോടുകൂടെ മഅൽ ഖുദ്റത്തി, അതിന് കഴിവുണ്ട്. വറുവിയ അന്നഹു മർറ ഫീ സിബാഹു ബിസ്ബിയാൻ, കുട്ടിക്കാലത്ത് കുറെ കുട്ടികളുടെ ഇടയിൽ കൂടി മൂപ്പർ നടന്നുപോയി. ഫദഅഹു ഇലൽ ലഅബി, കുട്ടികളെല്ലാം വിളിക്കുന്നു, ബാ കളിക്കാൻ ബാ എന്ന് പറഞ്ഞിട്ട് ആരെ വിളിച്ച്? യഹ്യ അലൈഹി സ്വലാമിനെ വിളിച്ചു. ഫഖാല മാലിൽ ലഅബി ഖുലിഖതു, കളിക്കാൻ വേണ്ടിയല്ല എന്നെ പടക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. ഏതോലെ നബി ഇമാം റളിയല്ലാഹു അൻഹു കളിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞ കളിക്കാൻ വേണ്ടി എന്നെ പഠിച്ചിട്ടില്ല എന്ന് മൂപ്പറും പറഞ്ഞല്ല കുട്ടിക്കാലത്ത്. വൽ ഹസൂറു, അതിന്റെ അർത്ഥം പറയുന്നത് അൽ മുംതനിഉ മിനൻ നിസാഇ മഅൽ ഖുദ്റത്തി അലൈഹിന്ന, നിസായിനെ തൊട്ട് തടഞ്ഞു നിൽക്കുന്ന ആള്. എത്ര വസ്ഫ് പറഞ്ഞു? 1 മുസദ്ദിഖ്, 2 സയ്യിദ്, 3 ഹസൂർ, 4ാമത്തെ വസ്ഫ് വ നബിയ്യൻ, നബിയായിക്കൊണ്ടും. എങ്ങനത്തെ നബി? യൂഹാ ഇലൈഹി, അവരിലേക്ക് വഹി അറിയിക്കപ്പെടും. എപ്പോൾ? ഇദാ ബലഗഹു വ മബ്ലഗഹു, വഹി അറിയിക്കാനുള്ള പ്രായമെത്തി കഴിഞ്ഞാൽ. എന്നാൽ ഇപ്പം തന്നെ വഹി അറിയിക്കലല്ല. മിനസ്സാലിഹീൻ എന്നും പറഞ്ഞു. ഐ നാശിഅം മിൻഹും, സാലിഹീങ്ങളിൽ നിന്ന് അവർ ജന്മമെടുത്തു. ഉപ്പാരാന്ന് നോക്ക്, സക്കരിയ അലൈഹിസ്സലാം. അപ്പം സാലിഹീങ്ങളിൽ ജന്മമെടുത്ത് സാലിഹായി വളർന്ന ഒരാളായി. ലിയന്നഹു കാന മിൻ അസ്ലാബിൽ അംബിയാ, അംബിയാക്കളുടെ സുൽബിൽ കൂടിയാണ് ആര് വന്നത്? യഹ്യ അലൈഹിസ്സലാം. ഖാല, ഈസ സക്കരിയ അലൈഹിസ്സലാം പറയുന്നു, ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാമുൻ വഖദ് ബലഗനിയൽ കിബറു വംറഅതി ആഖിർ. ഖാല, സക്കരിയ അലൈഹിസ്സലാം പറയുന്നു, അത് അള്ളാഹ്ക്ക് കീഴാന്ന് വെച്ചിട്ടല്ല, നമുക്കൊക്കെ ഉണ്ടാകുന്ന സംശയമാണ്. എന്താ? അസ്ബാബുകൾ തെറ്റി, ആദത്ത് തെറ്റിയാൽ അള്ളാഹ്ക്ക് കഴിയൂലെന്നൊരു തോന്നല്. അതിനെന്താക്കി? സംശയ നിവാരണത്തിന് വേണ്ടി മൂപ്പറ പ്രതിനിധിയായിട്ട് ചോദിക്കുക. ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ആയിഷ ബീബി ചോദിച്ചില്ലേ, കവറിൽ കൊണ്ടുവച്ച് എല്ലാം മണ്ണടിഞ്ഞ സലാത്ത് കേൾക്കുമെന്ന്. അപ്പൊ മണ്ണടിയൂല എന്നുള്ള നെസ് കേൾപ്പിക്കണം മറ്റുള്ളവർക്ക്. ചോദിച്ചിട്ട് തങ്ങളെ വായി തന്നെ വരട്ടെ ആ നെസ്. മലായിക്കത്ത് മൂപ്പറ വിളിച്ചു പറഞ്ഞ അവസരത്തിൽ വബിശാറതിഹിം ലഹു ബിൽ വലദി, വലദ് കൊണ്ട് സന്തോഷ വാർത്തയും അറിയിച്ചില്ലേ? യുബശ്ശിറു മുതഅജ്ജിബൻ മിൻ ഹൈസുൽ ആദ, കണ്ട ആദത്തനുസരിച്ചുള്ള തഅജ്ജുബാണ്. എന്താ മൂപ്പർക്ക് അങ്ങനെ ഏറ്റെടുക്കാതില്ല. എന്താ പറഞ്ഞത്? റബ്ബി അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെയാണ് ഗുലാം ഉണ്ടാവുക? കൈഫ യഹ്സുലു ലീ. വഫീഹി ദലാലത്തുൻ അലാ അന്നഹു ഖബിറ ബികൗനിഹി ഗുലാമൻ. അപ്പോൾ ഗുലാമാണ് എന്ന് നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ജാരീസെന്നില്ലേ അവരുണ്ട്. അതാ ഇന്റെ തബ്ശീർ എന്ന നേരത്ത് തന്നെ ആൺകുട്ടി ആയിരിക്കുമെന്ന് മൂപ്പർക്ക് നേരത്തെ വിവരം കിട്ടിയ മാതിരിയുണ്ട്. എത്തരത്തിലാണ്? വഖദ് ബലഗനിയൽ കിബറു, അപ്പൊ മക്കളുടെ ആഭാഗത്തേൽ 2 തടസ്സ ആദത്തനുസരിച്ച് പറയുന്നത്. വഖദ് ബലഗനിയൽ കിബറു ഐ അദ്റകനി കിബറു സന്നീൻ, പ്രായാധിക്യം എനിക്ക് കൂടിയിട്ടുണ്ട്. വാസ്തറഫിയ, അത് എന്നിൽ തഹ്സീറും ചെയ്തിട്ടുണ്ട്. ചില പ്രായാധിക്യം കൊണ്ട് ഒന്നും നഷ്ടപ്പെടാത്ത ആളുമുണ്ട്. അതാ ഖീല ലഹു കാന ലഹു 99 സന, 99 വയസ്സായിരുന്നു. 99 വയസ്സിലും പ്രായം ഒന്നും ബാധിക്കാത്ത ആളുണ്ടല്ലോ. അത് യഹ്യാന്ന് ചിലപ്പം പെണ്ണിന് പേരിട്ടാലോ, പേരെന്തൂടാലോ. ആണിന്മേൽ അറിയിക്കുന്ന പേരുണ്ടാണ്. എന്നാ മതങ്ങളെ തൽഹത്തുണ്ടല്ല, പെണ്ണുങ്ങളെ അറിയിക്കുന്ന പേരല്ലേ? താ കണ്ടതുണ്ട്.
പേരിട്ട് അന്നും പേരിടലാന്ന്, ചടപടാന്ന് പേരിട്ടൂടെ? ഇനി സമയത്തൊക്കെ ചടപട, എനിക്ക് ചടപട എന്ന് പേരിട്ടിരിക്കുന്നത് അത് അലമാകും. പക്ഷേ ഇത്തിബാ സുന്നത്തിനെതിരാന്ന് മാത്രം. അല്ല, ഹസൂറിന് മുഅന്നസും മുദക്കറും എല്ലാം ഒന്നാണ്, ജമ്മും മുഫ്റദും എല്ലാം ഒന്നാണ്. അത് കിട്ടും. അല്ല, അത് തഫ്സീറിൽ പെട്ടല്ലോ. മുപ്പർ പറഞ്ഞ തന്നെ ബിശാറത്തിന്റെ നേരത്ത് എന്നല്ലേ. അപ്പം ബിശാറത്തിൽ പറഞ്ഞത് യഹ്യാക്ക് വസ്ഫറിന്റെ മുസദ്ദിഖൻ സയ്യിദൻ ഹസൂറൻ നബിയൻ, ഈ 4 വസ്ഫം മുദക്കറായിട്ടല്ലേ വന്നത്. ഇനി വലിംറഅതിഹി 98, പെണ്ണുങ്ങൾക്ക് 98 വയസ്സുണ്ട്, 1 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ പ്രായാധിക്യം ഒരു കാരണം. വംറഅതി ആഖിർ, എന്റെ ഇമ്രത്താണെങ്കിൽ ആഖിറാണ്, ദാതു അഖിലിൻ വഅഖൈമൻ ലാ തലിദു, പ്രസവിക്കാത്ത ഉഖ്റ ബാധിച്ച പെണ്ണുങ്ങളാണ്. അപ്പൊ 2 കാരണങ്ങളായി. ആഖിറാകുമ്പോൾ തന്നെ ഒന്നാമത്തെ കാരണം അവിടെ തന്നെ മതി. അപ്പൊ അല്ലാഹു തആലയുടെ ഉത്തരമാണ് ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാഅ. ഖാല അല്ലാഹു തആല പറയുന്നു കദാലിക അല്ലാഹു, അങ്ങനെയാണ്, അപ്രകാരമാണ് അല്ലാഹു യഫ്അലു മാ യശാഅ. അതാ അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കും. അവൻ മാ യശാഉ നമ്മൾ പണ്ടേ പറയും, യശാഉവിന്റെ മഫ്ഊല് കലിമത്തിലില്ല, മഫ്ഊല് സങ്കല്പിച്ചുമായി മാ യശാഉ അൻ യഫ്അലഹു, ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യും. അതായത് യഫ്അലു മാ യശാഉന് ഒന്നുകൊണ്ട് യഫ്അലുവിന്റെ മഫ്ഊലാണ് മാ യശാഉ. മാ യശാഉന് മഫ്ഊല് വേണ്ടേ? എന്താ മിൻ തആജീബിൽ അഫാഇൽ, അത്ഭുതകരമായ പ്രവർത്തനങ്ങളാൽ, അൽ ഖാരിഖത്തി ലിൽ ആദാത്ത്, ആദാത്തിനെതിരായിട്ട് വരുന്നത്. അല്ലാഹുക്ക് പ്രത്യേക ആദത്തൊന്നുമില്ല. അതാ ഫിഅലൻ മിസ്ല ദാലികൽ അമലിൽ അജീബ്, ഇവിടെ ഒരു അജീബായ കാര്യം കണ്ട്. 99 വയസ്സുള്ള ഭർത്താവ്, 98 വയസ്സുള്ള പെണ്ണുങ്ങൾ, അതോടൊപ്പം ആഖിറായ പെണ്ണുങ്ങൾക്ക് കുട്ടി ജനിക്കും എന്ന് പറഞ്ഞത് ഒരു അജീബായിട്ട്, ആദത്ത് പ്രകാരം അജീബ്. ദാലികൽ ഫിഅലിൽ അജീബി വസ്സുൻഇൽ ബദീഅ അല്ലദി ഹുവ ഖൽഖുൽ വലദി മിൻ ശൈഖിൻ ഫാലിൻ, ആരോഗ്യം കുറഞ്ഞ ഒരു ശൈഖിന്റെ വക്കൽ നിന്ന് കുട്ടി ജനിക്കുക. വ അജൂസിൻ ആഖിരിൻ, ആഖിറായ അജൂസും. അപ്പൊ 2 ഭാഗത്തോണ്ട് പ്രശ്നങ്ങൾ. ഇനി മൂപ്പർ ദ്വാരക്കെന്ന് ഇതിനൊരു അടയാളം കാണിച്ചു തരണം. ഖാല റബ്ബി ഇജ്അൽ ലീ ആയ, എനിക്കൊരായത്തുണ്ടാക്കണം, അലാമതൻ തദുല്ലു അലാ തഹഖുഖിൽ മസ്ഊൽ, ഞാൻ നിന്നോട് ചോദിച്ച കാര്യം ഇവിടെ തഹഖുഖാകും എന്നുള്ളതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു അലാമത്ത് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഒന്നിക്കൽ മസ്ഊല്, അല്ലെങ്കിൽ ആ വഖൂഇൽ ഹബ്ലി, അല്ലെങ്കിലോ ഗർഭം സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന, 2 സംഗതി ഒന്നാണ്. മസ്ഊൽ എന്നെന്താക്കി അമ്മാക്കി, അതെ. അപ്പൊ മസ്ഊൽ എന്നുള്ളത് അമ്മാണ്, വഖൂഉൽ ഹബ്ലി ഖാസ് ആണ്. قال آيتك ألا تكلم الناس 3 أيام. قال പറയുന്നു, ആയത്തുക, അതിനുള്ള തെളിവ്, അലാമത്തു ഹുദൂസിൽ വലദി, നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുമെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയോ? അല്ലാ തുകല്ലിമൻ നാസ, ജനങ്ങളോട് നിങ്ങൾ സംസാരിക്കാതിരിക്കലാണ് എന്ന് പറഞ്ഞാൽ സംസാരം നിങ്ങൾ മുണ്ടാണ്ടിരിക്കണമെന്ന അർത്ഥം അല്ല. അല്ലാ തഖ്ദിറ അലാ തക്ലീമിഹിം, ജനങ്ങളോട് സംസാരിക്കാൻ കഴിയൂല. അപ്പം ഇഖ്തിയാരിയായ ഒഴിവാക്കലല്ല, ഇഫ്തിറാദി. എത്ര ദിവസം? 3 അയ്യാം, 3 ദിവസം. 3 ദിവസം എന്ന് പറഞ്ഞാൽ അടവിട്ടിട്ടോ 1.5 അടവിട്ടിട്ടോ 3 ദിവസം ആകല്ല, ആഴ്ചക്കൊരിക്കാകല്ല. ഐ മുത്തവാലിയത്തിൽ മായ ലയാലിഹാ, രാവും പകലടക്കം. അയ്യാം എന്ന് പറയും പകല, ഇപ്പൊ ലാഹിറിലുള്ളത് രാവും പകലും. അതെന്തിനാ? അല്ലി ദിക്രില്ലാഹി തആല വശുക്രി, ആ സമയമെല്ലാം അള്ളാഹിന്റെ ദിക്റിനും അള്ളാഹിന്റെ ശുക്രിനാണ്. അന്യ സംസാരിക്കാൻ കഴിയൂല. എന്തിനാ? ഖളാ അല്ലി ഹഖ്ഖിൻ നിഅമ, ഈ വലിയ ഒരു നിഅമത്തിന്റെ ഹക്ക് വീട്ടാൻ വേണ്ടിയിട്ടാണ്. 3 ദിവസം എന്താക്കണം? മറ്റൊരു സംസാരമില്ല, ദിക്റ് തസ്ബീഹ്, അള്ളാഹ്ക്ക് ശുക്രല്ലാത്ത വേറെ ഒന്നുമില്ല.
അപ്പം ജനങ്ങളോട് പിന്നെ മടക്കാൻ കഴിയോ? ഇല്ല റംസൻ ഇല്ല ബിൽ ഇഷാറ, ഇഷാറത്തോട് സംസാരിച്ചു. കേട്ടോ, ഒരു പണി കൊടുത്തു. വദ്കുർ റബ്ബക കസീറാ വസബ്ബിഹ് ബിൽ അശിയ്യി വൽ ഇബ്കാർ. റബ്ബിനെ നിങ്ങൾ ദിക്ർ ചൊല്ലണം, കസീറൻ ധാരാളമായി ദിക്ർ ചൊല്ലണം, അതുപോലെ അശിയിലും ഇബ്കാറിലും തസ്ബീഹും ചൊല്ലണം എന്നൊരു പണിയും കൊടുത്തു അല്ലേ. അപ്പൊ അതാ ബിൽ അശിയ്യി എന്ന് പറഞ്ഞാൽ ബിൽ മസാഇ, വൽ ഇബ്കാർ എന്ന വസ്സബാഹി, അപ്പൊ രാവിലെയും വൈകുന്നേരവും അല്ലേ. അപ്പൊ മറ്റു സംസാരം കഴിയൂലെന്നില്ലേ. അപ്പൊ ഇതും സംസാരത്തിൽപ്പെടൂലേ, ഇതിന് ഒരു മുടക്കുമില്ല. ഫഅമ്മാ മാ ഫി ദിക്രി വത്തസ്ബീഹി ഫഖദ് കാന ലിസാനുഹു ജയ്യിദൻ. ദിക്ർ തസ്ബീഹിന് മൂപ്പറ ലിസാൻ വളരെ കറക്റ്റാണ്. അവിടെ അതില്ല, ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ ആരാ കാരണം ഉണ്ടായിന് ഔലാദിക്കാം. എന്നെ കണ്ടാ ചോദിക്കും നീ അടയാമോനെ, ഞാൻ ഇന്നത് നമ്മളെ മമ്മൂൻ്റെ മോനെ അല്ലേ. അതേ അവസരത്തിൽ ചെറിയ മുസാഫ് നോക്കിയിട്ട് ഓന്നതിനൊരു കണ്ണിന് കാഴ്ചക്കുറവില്ല. ചെറിയ പോക്കറ്റ് മുസാഫിൽ ഓതുക. എവിടെയാണോ ആയത്തിൽ വെച്ചത് അത് കറക്റ്റ് ഓർമ്മ ഉണ്ടാകും. എന്നിട്ട് ഒന്ന് കൊടുത്ത് വന്ന് രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് പിന്നെ തുടർന്നതിന് എവിടെയാണ് വെച്ചതെന്ന് തപ്പുണ്ടാവും. റക്കായത്തിലോ ഒന്നും പിഴക്കൂല. പക്ഷെ ഭൗതികമായ കാര്യത്തിൽ ചിലപ്പോൾ അർത്ഥം കുത്താൻ തോന്നും. പിന്നെയും ചോദിക്കും നീ എടവനെ, നീ എടാന്നാ പറഞ്ഞേ. ഇബാദത്തിന്റെ വിഷയത്തിൽ വളരെ വളരെ ഒരു സഹബിന്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യം പറ്റില്ല. വയസ്സ് 115 അവലമുലാക്കാരൻ മുരീദാണ്, മഹമൂദുലാക്കാരൻ അമ്മൂച്ചൻ, ഒരു വലിയായിരുന്നു. വകാന ദാലിക മിനൽ മുഅ്ജിസാത്തിൽ ബാഹിറ. ഇത് അത്യത്ഭുതകരമായ മുഅ്ജിസാത്തിൽപ്പെട്ടാണ്. ദിക്ർ തസ്ബീഹ് ചൊല്ലണോ, എല്ലാം കറക്റ്റ്. ഇനി വൽ ഖൗലു സാനി, ഇവിടെ ഇങ്ങനെ ഇപ്പം പറഞ്ഞു വന്നത് നാവ് കൊണ്ട് സംസാരിക്കുന്ന അന്യ സംസാരത്തിന് കഴിയൂല, നാവ് കൊണ്ട് തന്നെ ദിക്റും തസ്ബീഹും ചെല്ലാൻ കഴിയൂ. രണ്ടാമത്തെ കൗലുള്ളത് പറ്റ കയ്യൈത്തം. എന്നിട്ടോ ദിക്ർ മനസ്സുകൊണ്ട് എഴുതിട്ടുള്ളതാണ്, ഒന്നും പണിയില്ല. അത് രണ്ടാമത്തെ കൗലാണ്. വൽ ഖൗലു സാനി അന്നൽ മുറാദ മിൻഹു ദിക്റു ബിൽ ഖൽബി, കൽബ് കൊണ്ടുള്ള ദിക്റാണ്. അപ്പൊ രണ്ട് വിഷയത്തിലും നാവ് ലീവായി. വദാലിക എന്തായി കൽബ് കൊണ്ട്? ലിഅന്നൽ മുസ്തഗ്രിഖീന ഫീ മഹബ്ബത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ മഹബ്ബത്തിൽ മുങ്ങിയ ആളുകൾക്ക് ആദത്തുഹും ഫീ അവ്വലിൽ അംരി, തുടക്കത്തിൽ അവരുടെ ആദത്ത് എന്താണ്? അയ്യുവാദിബു അല ദിക്റിൽ ലിസാനിയ്യി മുദ്ദത്തൻ, ലിസാനിയ ദിക്റിന്റെ മേൽ കുറേ കാലം പതിവാക്കും. അത് തരീഖത്തിന്റെ ശൈഖന്മാരെ തർത്തീബാണ്. പിന്നെ ഇങ്ങനെ കടക്കുന്നേ ഇരിക്കുന്നതിലേ കാണുള്ളൂ, ചിലതൊന്നും കാണൂല. എന്താണ്? ദിക്ർ അഖ്ഫയിലേക്ക് എത്തി. ആദ്യം എന്താണ്? ദിക്ർ ജലിയും ജഹരിയുണ്ട്, ജലിയും സിദ്ദിയുണ്ട്, ഖഫിയുണ്ട്, അഖ്ഫ ഉണ്ട്. അഞ്ചാമത്തെ സ്റ്റേജ് എവിടെയും കാണപ്പെട്ടിട്ടില്ല. ദിക്റുൻ ജലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കലിമത്തും ഹർഫും തസ്ബീഹോ ഹംദോ എന്തെങ്കിലും ആയിരിക്കും ജലിയ. അത് തന്നെ അടുത്തുള്ള ആൾക്ക് മനസ്സിലാക്കാവുന്നതാണെങ്കിൽ ജഹറായി. എന്താക്കി? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇതാണ് ദിക്റും ജലിയും ജഹിരിയാണ്. ഇതെന്താണ്? ദിക്റും ജലിയാണ്, പക്ഷെ സിദ്ദിയാണ്. അതിന്റെ ഉള്ളിലുണ്ട് മാറ്റം അഖ്ഫ, വായടെ പൊട്ടിയിരിക്കുക. ഞാനിപ്പോ 4 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഹദീസിന്റെ എടുത്തോണ്ട് ഇവിടെയുണ്ടത് ഹർഫ്. സുബ്ഹാനല്ലാഹ് എന്നൊരു കലിമത്താടുണ്ടല്ലോ, സൗത്തില്ല. ഇനി അതിനപ്പുറമുണ്ട് എന്തെന്ന്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാണെങ്കിൽ അതിന്റെ മാന എന്താണ്? ഈ കലിമത്ത് ഇങ്ങനെ കോർവ ചെയ്താൽ അള്ളാഹുക്കുള്ള തസ്ബീഹും തൻസീഹും ഹംദും അല്ലേ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ജലാലിയാണ്, ഏത് സൽബിയാണ് തസ്ബീഹ്. ഹംദ് എന്ന് പറഞ്ഞത് അലമത്തിന്റെ വസ്ഫാണ്. അള്ളാഹു തആല ഇന്ന ഔസാഫ് ഉണ്ട് എന്ന് പറയുന്നതാണ്. രണ്ട് തർപ്പമല്ലോ. ഇത് മുഴുവനും തസവ്വുറായിട്ട് കൽബിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ശുഹൂദായിട്ട് വരിക. ഇതാണ് അഖ്ഫ. ഈ അഖ്ഫയിൽ എന്തില്ല? കലിമാത്തേ ഇല്ല. ഇതിനപ്പുറം മർത്തബ നമുക്ക് സാധാരണ ആഴത്തിലില്ല. എന്തിനാണ് മൂക്കൊണ്ടും പായോണ്ട് ഇങ്ങനെ നാക്കലൊന്നുമില്ല. അതങ്ങനെ അങ്ങനെ പറഞ്ഞോടത്തിനുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്നും ചൊല്ലി. നമ്മ ഒരുപാട് ശേഖന്മാരെ കണ്ടു, ആരും അങ്ങനെ ഒരു കൈഫിയത്ത് വന്നാൻ കാണുന്നില്ല. എല്ലാം മൂക്കൊണ്ട് കളിക്കലാ.
അങ്ങനെ ആർക്കെങ്കിലും ഇജാസത്ത് കൊടുത്തെങ്കിൽ ചെയ്തോട്ട്. പല തരീകത്തിൽപ്പെട്ട പല ശേഖന്മാരെയും കണ്ടതിൽ ഇങ്ങനെ ഒരു കേഫിയത്ത് വല്ലാണ്ട് കാണുന്നില്ല. അതെന്താക്കി അംഫാസ് എന്ന് പറയുന്നത് മനസ്സിലാക്കി ഇങ്ങനെ മൂക്കൊണ്ട് കളിക്കലാണ്. അഹ്ഫാ ദിക്റിന്റെ ആ ദിക്റിന്റെ മാനിയുടെ ബാഹിറിൽ ഇങ്ങനെ മുങ്ങലാണ്. ഒരു ഭാഗത്ത് തൻസീഹ് ഉണ്ടാവും, സബ്ബഹ അറിയിച്ചിരിക്കുന്ന അതിന്റെ മദലൂലായ സബ്ബഹന്റെ മദലൂൽ എന്താണ്? അല്ലാഹു തആല തൻസീഹല്ലേ. അപ്പൊ സിമാത്തുൽ ഹുദൂസ്, അതായത് അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് ഉണ്ടാകുന്ന ന്യൂനതകളൊന്നും ആയിരിക്കില്ല പടച്ചവനാകുന്ന ഖാലിഖിന് ബാധിച്ചിട്ടില്ല. ആ തൻസീഹായിരിക്കും ഒരു ഭാഗത്ത് മുങ്ങുന്നു. ഇപ്പുറത്തൊന്നുണ്ടാക്കും അലീമായ ജലാലിയും ജമാലിയും കമാലിയുമായ ഔസാഫിന്റെ മദഹറിലാണ് ഇങ്ങനെ കടന്നു വിളിക്കുന്നത്. അപ്പൊ ഒരു സാധനം കാണുമ്പോഴേക്ക് ആ സാധനം എന്തും ദലാലത്ത് ചെയ്തു അപ്പം കൊണ്ട് പറയും. പല പല സാധനങ്ങളിലും പല തരത്തിലുള്ള മദഹറല്ലുള്ളത്. ഇപ്പൊ ആ കവിങ്ങിന്റെ മരം നോക്കിയാലും ഈ പുറത്തേക്കവന്റെ മരം നോക്കിയാലും രണ്ടും ആ വളപ്പിലുള്ള മരാന്നല്ലോ. രണ്ടിലും രണ്ട് സ്വഭാവമല്ലേ കാണുന്നു, രണ്ടിൽ നിന്ന് രണ്ട് പടാന്നല്ല കിട്ടുന്നു. അതാണ് അസ്ൽ ഖൽബിയായ ദിക്ർ. മറ്റേ ഖഫിയായ ദിക്ർ എന്താ? അൽ മുറാദു ബിദ്ദിക്രിൽ ഖൽബി അൻ യബ്കൽ അബ്ദു ദായിമ സിലതി മഅല്ലാഹി അസ്സ വജല്ല. ഏതൊരവസരത്തിൽ അള്ളാഹുമായി ബന്ധം പുലർത്തിക്കൊണ്ടാണ് അബദ് കഴിയുന്നത്. കാരണം എന്തെങ്കിലും ഒരു സാധനം മഹസൂസോ മഴക്കോലോ കാണപ്പെടുന്നതോ എന്തുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഖുദ്റത്തും ദലാലത്ത് ചെയ്യാത്തൊരു സാധനം ഇല്ലല്ലോ. അള്ളാഹുവിന്റെ തസറുഫാത്തിൽ അവനെ മുറാഖബ ചെയ്യും. നിയമത്താണെങ്കിൽ മുന്നേമായിട്ട് കാണുന്നുണ്ട്, മറ്റേതാകുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം. അപ്പം സർറാവും ലറാവും ഹിനയും കരിക്കലും ചിരിപ്പിക്കലും അന്നഹു അൻഹക അബുക്ക എല്ലാം അള്ളാഹുവാണ് നടത്തുന്നതാണ്. അപ്പൊ ഫലാ യഗീബു അൻഹു, അള്ളാഹ് ഗായിബാവൂല. വഹിയ മർത്തബത്തുൽ ഇഹ്സാൻ, അത് ഇഹ്സാനിന്റെ മർത്തബയിലെത്തി. التي أشار إليه النبي صلى الله عليه وسلم بقوله الإحسان أن تعبد الله كأنك تراه. നീ കാണും പോലെ, അത് ഇക്കണ്ണോണ്ട് കാണലില്ലല്ലോ, അതുകൊണ്ടാണ് കഅന്നക എന്ന് പറഞ്ഞത്. അപ്പൊ കൽബിന്റെ കാഴ്ച എന്താക്കി മഹസൂസായ കാഴ്ചയോട് തശ്ബീഹാക്കിയിട്ടാണ് കഅന്നക എന്ന് പറയുന്നത്. അപ്പൊ ഔലിയാക്കന്മാർ കണ്ണുകൊണ്ട് കണ്ട് മുആയന എന്ന് പറഞ്ഞാൽ അതങ്ങ് തശ്ബീഹ് വിട്ടിട്ട് എന്തായി, അത് ഇസ്തിആറത്തിലേക്ക് എത്തി നടത്താം. തശ്ബീഹിന്റെ 3 ഘട്ടം മുതൽ നിങ്ങൾ മുഖ്തസർ തേച്ച് ഓതിന് ഇവിടുന്ന്. ആദ്യം തശ്ബീഹ് ഉണ്ടാകും, തശ്ബീഹും ബലീഗ് ഉണ്ടാകും, ഇസ്തിആറത്ത് ഉണ്ടാകും. അപ്പൊ കഅന്നക തറാഹുവിനെ കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ടാക്കി മഅയനത്ത്, നബിക്കണ്ണുകൊണ്ട് കാണലല്ല. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, എന്നാ പിന്നെ തിരിച്ചാക്ക്, നീ അങ്ങോട്ടില്ലെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ ബോധത്തിൽ നിന്നും. മറ്റേത് മുഷാഹദയായി. അത് ആദത്തും ഫി അവലിൽ അംറ യുവാദിബ അല ദിക്ർ ലിസാനിയ്യ മുദ്ദത്തൻ. ലിസാനിയായ ദിക്റിന്റെ മേൽ കുറേ കാലം പതിവാക്കും. ഷെയ്ഖിനടുത്ത് പോയാൽ ലിസാനിയായ ദിക്ര കൊടുക്കുക. ഇവനിക്ക് കൽബി വേണം അത് വേണം എന്ന് പറഞ്ഞാൽ ഇപ്പം കൊടുക്കൂല. കൊടുത്തിട്ട് എന്നെ കൊണ്ട് കുടുങ്ങിയ ആളുമുണ്ട്. കാരണം ഇത് നടത്താനാകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തന്ന ഷെയ്ഖിന് തെറ്റുപറ്റിപ്പോയി. നിങ്ങൾ വലിയ 24 മണിക്കൂർ കച്ചവടത്തിൽ ഇങ്ങനെ എണ്ണി പഠിച്ചാളാന്ന്. അപ്പൊ തസ്ബീഹ് മറിക്കുമ്പോൾ കൂടി 1 2 3 നോട്ടിൻ്റെ എണ്ണ വരിക. അത് മനസ്സിൽ വരൂല. അതിനെന്താക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ബാത്തിന്. നക്ഷബന്ധിയിൽ എന്താന്ന് ഖഫിയ ദിക്റല്ലേ ജല്ലലി. പക്ഷെ അതിന് മുമ്പ് എന്താക്കും? തഹ്ലീൽ കൊടുക്കുമല്ല. ലക്ഷത്തോളം തഹ്ലീൽ ഉണ്ടാവും. ഒറ്റയടിക്ക് എന്താക്കണം? തായിനകത്ത് മറയാൻ കഴിയണം. ഗായിബ് മറിയലുണ്ട്, ഹാദിർ മറിയലുണ്ട്, നഫ്സ് മറിയലുണ്ട്. നഫ്സ് പറഞ്ഞാൽ എല്ലാം മറിയും. കാരണം നഫ്സാണ് ഏറ്റവും അഹസ്. ഗായിബ് മറഞ്ഞത് കൊണ്ട് ഹാദിർ മറിഞ്ഞോളുന്നില്ല. ഉണ്ടാവോ? ഇവിടുന്ന് ആരോ പോയി അയാളെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാളെ ഒരുപാട് വേഗം പെട്ടെന്ന് അങ്ങ് മറക്കുമല്ലോ. നഫ്സിനെ കണ്ടുകൊടുക്കുന്ന ആളോ ഹാദിർ മറക്കൂല. അപ്പൊ ഹാദിറിനെ മറക്കുന്നെങ്കിൽ ഗായിബിനെ അവലോണ്ടും മറക്കും. അപ്പൊ ചുരുക്കത്തിൽ നഫ്സിനെ മറന്നു കഴിഞ്ഞാൽ ബാക്കി രണ്ടും എന്താ ഓട്ടോമാറ്റിക്കായിട്ട് മറക്കും. എല്ലാം ബാധിക്കും, മഹസൂസ് എല്ലാം ബാധിക്കും. അതാണ് സൂഫിയത്തിന്റെ തരീഖത്തിൽ നല്ല അത്തൊന്നും തേക്കണ്ടെന്ന് പറയുന്നത്. അതിനൊക്കെ അത്ര പാടില്ല എന്ന അർത്ഥത്തിനില്ല. എന്താ നടക്കുക അങ്ങനത്തെ അത്രയുടെ അങ്ങോട്ടേക്ക് വിളിക്കും. ചൂടും തണുപ്പും നിങ്ങൾ ഏശാൻ പാടില്ല, നല്ല നോർമൽ. വല്ലാതെ ചൂട് എന്ന് പറഞ്ഞിട്ട് അതും ഭരിക്കും, തണുപ്പ് എന്നുണ്ട് അതും ഭരിക്കും. അതിനൊക്കെ ഓരോ ഹിക്മത്തുണ്ട്. ചാരിയിരിക്കാൻ പാടില്ല, അതെന്താക്കും? ആ സാധനത്തിന്റെ അതും ഭരിക്കും. വിശക്കാനും പാടില്ല, ദാഹിക്കാനും പാടില്ല, മൂത്രം മുട്ടിക്കാനും എല്ലാം ഇവക്കിരിങ്ങി വരണം.
അതാ ഫൈദം തല അൽ ഖൽബു മിൻ നൂരി ദിക്രില്ലാഹ്. ഈ ലിസാൻ കൊണ്ട് ചെല്ല ദിക്റുണ്ടല്ലോ, ആ ദിക്റിന്റെ നൂറ് കൊണ്ട് കൽബ് നിറയും. അപ്പൊ സകത്തു ബിൽ ലിസാൻ, പിന്നെ നാവിനടക്കം കുടിച്ചു. എന്നിട്ട് ഒവ ബഖിയ ദിക്റു ബിൽ ഖൽബി, കൽബ് കൊണ്ടുള്ള ദിക്ർ ബാക്കിയാകും. അപ്പൊ എവിടത്തേക്ക് എത്തിയ ഖഫിയയിലേക്ക് എത്തും. ജലിയാം ജഹരി ആയാലും ജലിയും സിദ്ധി ആയാലും നാവിന് പണിയുണ്ടല്ലോ, നാവിന്റെ പണിയാൻ കിട്ടും. അതാ വാലം അന്ന ദിക്ർ അല മറാത്തിബ, ദിക്ർ പല മർത്തബയിലുണ്ട്. വദ്ദിക്റുൽ ലിസാനിയു ബിന്നിസ്ബതി ഇല ദിക്റിൽ ഖൽബിയ്യി, കൽബിയായ ദിക്റിലേക്ക് ചേർത്താൽ ദിക്റിൽ ലിസാനി ഉണ്ടല്ലോ അത് അങ്കസു, അത് ഡിഗ്രി കുറവാണ്. പക്ഷെ ഒന്നുമില്ല എന്നല്ല, ദിക്റുൽ ലിസാനിൽ തന്നെ ഒരുപാട് മഹത്വമുണ്ട്. ഹദീസിലൊക്കെ പറഞ്ഞ എല്ലാം ലാഹിറിൽ എന്താണ് ദിക്റുൽ ലിസാനാണ്. റബിയ അന്ന ഈസ അലൈഹിസ്സലാം ഹീന തറക്ക ഇല അലാ മറാത്തിബിൽ ദിക്ർ, ദിക്റിന്റെ ഉന്നതമായ മർത്തബയിലെ കാലത്ത് ബഹുമാനപ്പെട്ട ഈസ അലൈഹിസ്സലാം എത്തി. ജാഹു ഇബ്ലീസ് വന്നവിടെ. ഫഖാല യാ ഈസ ഉദ്കുരില്ലാഹ്, ഈസ അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലണം. പിന്നെ കണതാക്കി പിന്നാലെയുള്ള അല്ലേ. ഫതഅജ്ജബ ഈസ അലൈഹിസ്സലാമിന് അത്ഭുതം മിൻ അംദിഹി ബിൽ ദിക്ർ, ദിക്ർ കൊണ്ട് എങ്ങനെ ഇവൻ കൽപ്പിക്കലി, ഇവൻ ചെല്ലണ്ടെന്നല്ലേ പറയേണ്ടത്. മഅന്ന ജിബില്ലതഹു അലൽ മൻഇ മിൻഹു, ഇബ്ലീസിന്റെ പ്രകൃതി തന്നെ എന്താണ് ദിക്ർ മുടക്കലാന്നല്ല, ഇവിടെ ചെല്ലാൻ എങ്ങനെ കൽപ്പിച്ചു. ഫഖാല ഉഖർബ യാ അദുവല്ല, അദുവല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു, എന്നെ കൺമമ്മി കാണാൻ പാടില്ല. സുമ്മ ലഹറ, പിന്നെ വെളിപ്പെട്ട അന്ന വറാദ അൻ യുഗവിയഹു, ഇത് ചതിക്കാൻ വേണ്ടി വന്നതാണ് മുമ്പർക്ക് തിരിഞ്ഞ്, ദിക്റുണ്ട കൽപ്പന. എന്നിട്ടോ വയുൻസിലഹു മിൻ മർത്തബത്തി ദിക്റിൽ ഖൽബിയ്യി ഇലാ മർത്തബത്തി ദിക്റിൽ ലിസാനിയ്യീൻ, ഖൽബിയ്യ ദിക്ർ അയലയിലാ മുപ്പറുള്ളത്, അത് ലിസാനിലേക്ക് ഇറങ്ങിപ്പോന്ന പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്തായി, ഡിഗ്രി കുറഞ്ഞതിലേക്ക് ഇറക്കി വിടും. വദാലിക കാന തനസ്സുലൻ ബിന്നിസ്ബതി ഇലാ മഖാമിഹി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ അലൈഹിസ്സലാമിന്റെ ഉന്നതമായ മഖാമിലേക്ക് ചേർത്താൽ അത് ഇറങ്ങലായില്ലേ. ഖാലൽ ഇമാമുൽ ഖുശൈരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദിക്റുൽ ലിസാനി ബിഹി യസിലുൽ അബ്ദു ഇലാ ഇസ്തിദാമത്തി ദിക്രിൽ ഖൽബി, നാവ് കൊണ്ടുള്ള ദിക്ർ കൊണ്ടെന്താക്കും, അബ്ദ് കൽബ് കൊണ്ട് ദിക്റിന്റെ പതിവാക്കലിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഒന്നാമത്തത് വസീലേ, ഇത് എല്ലാം വായിച്ചു തീർന്നില്ലേ, അതിനെല്ലാം നേരത്തെ വായിച്ചത്, അത് വായിച്ചു തീർന്ന്. വത്തഅ്സീറുൽ ദിക്രി, അത് ദിക്റിന്റെ തഅ്സീറും. ഫൈദാ കാനൽ അബ്ദു ദാകിറൻ ബിലിസാനിഹി വഖൽബിഹി, ലിസാനും കൊണ്ടും കൽബ് കൊണ്ടുമുള്ള ദിക്റായ ഫഹുവൽ കാമിലു ഫീ ബസ്ഫിഹി ഫീ ഹാലി സുലൂക്കിഹി, സുലൂക്കിന്റെ അവസരത്തിൽ അവന്റെ വസ്ഫുണ്ടായി വലിയ കാമിലായ സാധനമായി. അന്ന് താരിഖിനോട് ചോദിച്ചമ്മോ, ഇത് ലിസാൻ ബിദ്ദിക്രി വൽ ലിസാനി മഅൻ ജഹറ സിർറ സിർറൻ കാന ഔ ജഹറൻ, ഒന്നും ചെല്ലാം. അപ്പം പിന്നെ എങ്ങനെയാ, ജനങ്ങളുടെ ഇടയിലും കൂട്ടത്തിലാണെങ്കിൽ മറ്റു ഒച്ചകൾ കലത്തിലാക്കാൻ വേണ്ടി എന്താക്കും, ജഹറാക്കും. ഇനി ഖാലിയായ സ്ഥലത്താണെങ്കിൽ ഇവന് കേട്ടാൽ പോരും, പിന്നെ മറ്റുള്ള ഒച്ചനെ തടയാനില്ലല്ല, അവിടെ സിറാക്കും. قال سهل بن عبد الله رضي الله عنه പറയുന്നു, ما من يوم إلا والجليل سبحانه وتعالى ينادي, ഒരൊറ്റ ദിവസവും ഒഴിവില്ല ജലീലായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും, അബ്ദീ മാ അൻസഫ്തനീ എന്ന് വിളിക്കും. എൻ്റെ അബ്ദേ, നീ എന്താ നീതി ചെയ്യാത്തത്, ഒരു നീതി പ്രവർത്തിക്കണ്ടേ. അത് കുറുക്ക ഞാൻ എപ്പോർക്കുക ഏത് അവസരത്തിൽ എനിക്ക് ഓരോ ലഹതയിൽ കുറഞ്ഞ സമയത്തും ഇംദാദ് 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 അല്ലേ, നിയമത്താണി എന്താന്ന് ലാഹിനാൻഹുമാലി മഖ്ലൂഖ്, ഒരൊറ്റ മഖ്ലൂഖിനും ഹിനയുണ്ട് എന്ന് വാദിക്കാൻ പറ്റാത്ത രണ്ട് നിയമത്തെ ഏതാന്ന്, ഒന്ന് ഇല്ലാത്ത അവസരത്തിൽ ഈജാദ്, ഉണ്ടാക്കി ഞങ്ങൾ ഇളക്കിയാൽ മതി, ബാക്കിയാരെ കൊടുക്കുക. അപ്പൊ ഓരോ 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 സമയത്തും ഇംദാദ് 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 ഇങ്ങനെ കൊടുക്കണം. അപ്പൊ ഞാൻ നിന്നെ മറക്കുന്നില്ല, വതൻസാനി നീ എന്നെ മറക്കുന്നുണ്ടല്ലേ എന്ന്. വദഉക ഇലയ്യ, ഞാൻ എന്നെക്കൊള്ള വിളിക്കുന്നുണ്ട്. വതദ്ഹബു ഇലാ ഗൈരി, മറ്റുള്ള സ്ഥലത്തേക്ക് പോയും ചെയ്യുന്നുണ്ട്, ഞാൻ വിളിച്ച സ്ഥലത്തേക്ക് നീ ഇല്ല. വഉദ്ഹിബു അൻകൽ ബലായ, ഞാൻ നിനക്ക് ബലാകളെല്ലാം നീക്കുന്നുണ്ട്. വഅൻത മുഅതകിഫുൻ അലൽ ഖതായ, പക്ഷേ ഖതായന്റെ മുകളിൽ നീ എന്നെ ചടഞ്ഞു കൂടുന്നുണ്ട്. അപ്പോൾ അതാ പറയുന്നത്, ഞാൻ ചെയ്തതിന് നന്ദിയില്ല, നീ നീതി പുലർത്തിയിട്ടില്ല.
യബ്ന ആദമ മാ തഖൂലു ഗദൻ ഇദാ ജിഅതനി, നാളെ എൻ്റെ അടുക്കിലേക്ക് വന്നാൽ നീ എന്താ മറുപടി പറയുക? വഖാല അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഫ്തഖിദുൽ ഹലാവത ഫീ സലാസത്തി അഷ്യാഅ, നിങ്ങൾക്ക് പ്രവർത്തനത്തിന്റെ മാധുര്യമുണ്ടോ എന്ന് പരിശോധിക്കണം 3 അവസരത്തിൽ. ഒന്ന് ഫിസ്സലാത്ത്, നിസ്കാരത്തിൽ. ഇക്കാലത്തിൽ മടിയന്മാരായി കൊണ്ടാണ് എന്താക്കുന്നത്, ഉജകത്തോലം കക്കുന്നു. പിന്നെ സിദ്ധൻ ജഹൻ ആക്കുപിത്തം കിട്ടൂലല്ലോ. എന്നിട്ട് എന്താക്കും, ജഹരിയ നമസ്കാരത്തിൽ മാത്രം സൂറത്ത് ഓതുക, സിദ്ധിയ നമസ്കാരത്തിൽ സൂറത്ത് കക്കുക. എന്നിട്ട് കഴിഞ്ഞ പാട് നിർപ്പം നമുക്ക് സൂറത്ത് ഓതിക്കൂടെ? കളവും പറയും, ഞാൻ ഓതിയില്ല, ഞാൻ വലിയ സൂറത്ത് ഓതിയാണ്. പക്ഷെ അതിന്റെ സമയം കാണുന്നുണ്ട് ഓതിയെന്നുള്ളത്. നേരെ പറഞ്ഞു തത്താ സൂറത്ത് ഓതണോന്ന്, തത്താ സൂറത്ത് ഓതണോ. ഭാഷ തത്ത എന്ന് പറയുന്ന അങ്ങോട്ട് തെക്കോട്ടുള്ളത് കൊണ്ടാണ്. തത്താ സൂറത്ത് ഓതണോ? ശ്രദ്ധിച്ച നമസ്കാരം ദുഹൂർ എന്തിനാ സൂറത്ത് ഓതുന്നത്? അതുപോലെ ദിക്റിലുള്ള ഹലാവത്ത് മനസ്സിലാക്കുന്നില്ല. വൽ ഖിറാഅത്ത്, ഖുർആൻ ഓതുമ്പോഴുള്ള ഹലാവത്ത്. ഈ 3 എണ്ണത്തിന് നിങ്ങൾക്ക് ഹലാവത്തുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. ഫൈൻ വജത്തും, കിട്ടിയോ വളരെ നല്ലത്, അതിന്റെ ജവാബ് പറയണ്ട. കിട്ടി. വ ഇല്ല, കിട്ടിയിട്ടില്ലെങ്കിൽ ഫഅലമു അന്നൽ ബാബ മുഗ്ലഖുൻ, നിനക്ക് വസൂലിന്റെ ബാബ് അടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടെ ഉറപ്പിച്ചു വെച്ചോ. ഇനി ഇതിന്റെ വേണ്ട പരിശോധന നടത്തേണ്ടത്. അതവിടെ തീർന്ന്. ഇനി പുതിയൊരു വിഷയം. وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ إِنَّ اللَّهَ اصْطَفَاكِ وَطَهَّرَكِ وَاصْطَفَاكِ عَلَى نِسَاءِ الْعَالَمِينَ. ഇനി മറിയം ബീബിയിലേക്കാണ് ഈ മുഖാത്തബ്. മലായിക്കത്ത് വിളിച്ചു പറഞ്ഞു. ഇവിടെയും അൽ മലായിക്കത്താര ജിബ്രീൽ തന്നെ. നേരത്തെ പറഞ്ഞു തഅലീമാണ്. ഐ ഉസ്കുർ വഖത ഖൗലിൽ മലായിക്കത്തി വഹു ജിബ്രീലു. അതങ്ങനെ നബി ദലാലത്തി ഖൗലിഹി തആല, അതിന് അല്ലാഹുവിന്റെ ഖൗലിന്റെ തെളിവ് ഫീ സൂറത്തി മറിയമിൽ ഫാർസൽനാ ഇലൈഹാ റൂഹനാ എന്ന് പറഞ്ഞിട്ടുണ്ട്. റൂഹനാണ് ജിബ്രീൽ അലൈഹി ഫതമസ്സല ലഹ ബശറൻ സബിയ. അവിടെ ജിബ്രീൽ മാത്രമല്ലേ പോയിട്ടുള്ളൂ. ആ തെളിവ് വെച്ചാൽ എന്തായി, ഇവിടെ ജിബ്രീൽ മാത്രമാണ്. എന്നാ വൈന്നമാ ജമഅ, ജമാഅക്ക് എന്തിന്? തഅലീമല്ലഹു, നേരത്തെ പറഞ്ഞല്ലോ. ലിഅന്നഹു കാന റഈസുൽ മലായികത്തി, നേരത്തെ പറഞ്ഞിട്ടുണ്ടത് അതാ. ഇനി മലായിക്കത്ത് എന്ത് പറഞ്ഞു? യാ മറിയമു, മറിയമേ, വകലാമു ജിബ്രീല മഅഹാ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈ കലാം ആരോട്? മറിയം ബീബിയോട് പറഞ്ഞ കലാം ലം യകും വഹയ്യൻ ഇലൈഹാ, അത് വഹയ്യായിരുന്നില്ല, നേർക്കുനേരെ സംസാരം. പിന്നെ എന്തുകൊണ്ട് വഹയ്യാക്കണമെങ്കിൽ നബിമാരുടെ പദവിയിലേക്കുള്ളവർക്ക് വഹയ്യ് കൊടുക്കുക. മറിയം ബീബി ആരല്ല, നബിയല്ല. അപ്പൊ ഫഇന്നല്ലാഹു യഖൂലു വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, വഹയ്യ് അറിയിക്കുന്ന റിജാൽ. മറിയം ബീബി റിജാലല്ലല്ലോ, അവിടെ ഇത് സാധാരണ ഖിതാബ് തന്നെയാണ്. വലാ നബുവത ഫിൻ നിസായി, നിസായിൽ നബുവത്ത് കൊടുത്തിട്ടില്ല. ബിൽ ഇജ്മാഅ്, അത് ഇജ്മാഅ്. അപ്പൊ ഫകല്ലമഹാ ശഫാശിഫാഹൻ കറാമത്തല്ലാഹ, അപ്പൊ മലായിക്കത്ത് നേർക്ക് നേരെ വന്ന് സംസാരിക്കുകയാണ്, അത് കറാമത്താണ്. അത് റസൂലുള്ളാഹി തമ്മിനോട് ഉണ്ടായിട്ടുണ്ട്, പല ഔലിയാക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി അടുത്ത് നിഷേധിക്കുന്നത് ഇവിടെ മറിയം ബീബിനോട്. മറിയം ബീബി ആരാ? വിലായത്തിലല്ലോ. വിലായത്തുൽ ഉദുമയിലുണ്ടെങ്കിൽ സംസാരിക്കുമെങ്കിൽ റസൂലുള്ളാഹി ജിലാനി തങ്ങളും വിലായത്തുൽ ഉദുമയിൽ തന്നെയാണല്ലോ. മാത്രമല്ല ഔലവും ഉണ്ടല്ലോ, അതാണല്ലേ. വകറാമാത്തുൽ ഔലിയായി ഹഖ്ഖുൻ, ഔലിയാക്കളുടെ കറാമത്ത് ഹഖ് തന്നെയാണെന്ന് പറഞ്ഞു. മറിയം ബീബി എന്താ പറയുന്നത്? ഇന്നല്ലാഹ ഇസ്തഫാകി, അല്ലാഹു തആല നിങ്ങളെ ഇസ്തിഫാ ചെയ്തിട്ടുണ്ട്. ഹൈസു തഖബ്ബലകി, എന്താ മുമ്പെന്തല്ല പറഞ്ഞത്? ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ വഅംബതഹാ നബാതൻ ഹസന വകഫലഹാ സക്കരിയ. എന്നിട്ടോ മിഹ്റാബിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്തു. എന്തെല്ലാം അതാ. ഹൈസു തഖബ്ബലകി മിൻ ഉമ്മികി, ഉമ്മ അന്നത്ത് ബീവി, ബിഖബൂലിൻ ഹസൻ, അത് മുമ്പ് പറഞ്ഞു. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ വഅംബതഹാ നബാതൻ ഹസൻ വറബ്ബാക ഫീ ഹിജ്രി സക്കരിയ. സക്കരിയ അലൈഹിസ്സലാമിന്റെ മടിത്തട്ടിലായിക്കൊണ്ട് നിങ്ങളെ തർബീയത്ത് നടത്തി. വഖസ്സക ബിൽ കറാമാത്തി സനിയ, ഭക്ഷണം കൊടുത്തില്ലേ. ഇനി വതഹറകി, രണ്ടാമത്തെ നിഅമത്ത്, നിങ്ങളെ പരിശുദ്ധിയാക്കിയിട്ടുണ്ട്. മിനൽ അഫ്ആലി ദമീമതി വൽ ആദാത്തിൽ ഖബീഹതി,
എല്ലാത്തിനെ തൊട്ടും, ചീത്തയായ ആദാത്തിനെ തൊട്ടും, ദമീമത്തായ ഫാലിനെ തൊട്ടും, വമി മസീസ് ദിജാൽ പുരുഷ സമ്പർക്കത്തിനെ തൊട്ടും, വമിനൽ ഹൈലി വൻ നിഫാസ് എല്ലാം തത്ഹീർ. അപ്പൊ തത്ഹീർ എന്തായി? ഹിസ്റ്റിയായി മാനവീയം. ഇനി വീണ്ടും മുസ്തഫാക്കി പറയുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ മുസ്തഫാക്കി പറഞ്ഞില്ലേ? അപ്പൊ ആവർത്തനല്ലേ? ഓക്കെ, മുസ്തഫാക്കി വീണ്ടും മുസ്തഫാക്കി ഐ ആഖറൻ. അത് മറ്റൊരു ഇസ്തിഫാഖാണ്. അത് തുടക്കത്തിലായിരുന്നു, ഇത് പിന്നീടാണ്. അതാണ് അലാ നിസാഇൽ ആലമീൻ എന്ന് പറഞ്ഞത്. അതങ്ങനെ ബിഅം വഹബലക്കി ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു തആല വസാലമായി നൽകി മിൻ ഗൈരി അബില്ല വലം യകുൻ ദാലിക ലിഅഹദിൻ മിനൻ നിസാ. അത് ഒരൊറ്റ സ്ത്രീകൾക്കും കൊടുക്കാത്ത ഇതാണ്. അപ്പൊ ഇസ്തിഫാഖ് രണ്ടുണ്ട്, തുടക്കത്തിലുണ്ട് ഒടുവിലുണ്ട് നയി. അപ്പോ അലാ നിസാഇൽ ആലമീന മാനിയാണ് വലം യകുൻ ദാലിക ലിഅഹദിൻ മിനൻ നിസാ. ഓക്കെ, വസ്തഫാക്കി ഐ വഹബലക്കി ഈസാ അലൈഹിസ്സലാം മിൻ ഗൈരി അബിൻ അലാ നിസാഇൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മറ്റു പെണ്ണുങ്ങൾ കിട്ടിയില്ല എന്നല്ലേ? അതാണ് വലം യകുൻ ദാലിക ലിഅഹദിൻ മിനൻ നിസാ. മുസന്നിഫിന്റെ ഒന്നിച്ചിങ്ങോട്ട് പോയി നോക്കിയട്ടെ. 24 മണിക്കൂറും പോയാലും ലോകം മറക്കലെന്ന്. വേറെ ഫിനാകാൻ വേറെ സാധനമൊന്നും വേണ്ട. വലിച്ചുകൊണ്ടാ മുമ്പ് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടോ വജഅലകുമാ ആയത്തൻ ലിൽ ആലമീൻ, നിങ്ങളെയും ആക്കിയിട്ടുണ്ട്, ഈസാ അലൈഹിസ്സലാമിനെയും ആക്കിയിട്ടുണ്ട്, ലോകത്തിനൊരു ദൃഷ്ടാന്തമാക്കിയിട്ടുണ്ട്. വജഅൽനാ വബനഹ ആയത്തൻ ലിൽ ആലമീൻ. ആയത്തിലില്ലേ? എവിടെയുള്ളത്? വെള്ളം ഉള്ള സ്ഥലത്തേക്ക് പോയിക്കോന്നിട്ട് കറാറിൻ വമഈൻ. വജഅൽനാഹ വബനഹ ആയത്തൻ ലിൽ ആലമീൻ. ഇനി അതുകൊണ്ട് എന്താക്കണം? ശുക്ർ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാ പറഞ്ഞു വരുന്നു. നിയമത്തെണ്ണി കൊടുത്ത് യാ മർയമു ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ റാകിഈൻ. ഏ മറിയമേ, ഖുനുതി ലിറബ്ബികി, റബ്ബിന് നിങ്ങളെന്താ? ഖൂമി ഫിസ്സലാത്തി, നമസ്കാരത്തിൽ നിൽക്കണം. വാതീലിൽ ഖിയാമ ഫിഹാ, അത് ഖിയാം നീട്ടിക്കൊണ്ടുപോകണം. ലഹു തആല, അല്ലാഹു തആല അല്ല അഫ്ദലു സ്വലാത്ത് എന്നാണ് തൂലുൽ ഖുനൂത്ത് എന്നല്ല പറഞ്ഞു. നിങ്ങളുടെ ഖുനൂത്ത് ഓതിയിട്ട് എന്തല്ലോ കലിമാത്ത് കൂട്ടിയിട്ട് ഖുനൂത്ത് നീട്ടണമെന്നല്ല എന്റെ വായന. അഫ്ദലു സ്വലാത്തി തൂലുൽ ഖുനൂത്ത്. അപ്പൊ ഖുനൂത്ത് എന്തല്ലോ ഓതിയിട്ട് നേരം വെളുപ്പിക്കല്, അങ്ങനെയാ? അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഖിറാഅത്ത് നീട്ടിയിട്ട് ആ നിർത്താൻ നീട്ടുണ്ട്. ഖുനൂത്ത് എന്താന്ന് പാപ്പശ്ശേനൊക്കെ ചെറിയ സ്റ്റേഷനാണ്, വണ്ടി നിർത്തിപാട് പോണോ, വേഗം തുള്ളിക്കൊള്ളോ. വലിയ സ്റ്റേഷൻ കോഴിക്കോട്ട് പോയിട്ടാന്ന് പിന്നെ ചാവടിക്കാനും ചോറ് വയ്ക്കാനും കച്ചടക്കാനൊക്കെ സമയം കിട്ടില്ലേ. ഇനി മറ്റൊരു പണി, അല്ലാഹു തആലക്ക് സുജൂദൻ ചെയ്യണം, റുകൂഉ ചെയ്യണം. അന്ന് തർത്തീബ് അങ്ങനെയുണ്ടാ? റുകൂഉ ചെയ്തിട്ടുള്ള സുജൂദ് അത് ഏറ്റവും ഫളീലത്തുള്ളത് ആദ്യം മുന്തിച്ചു. അതാ. അപ്പൊ ഉമിറത്ത് ബിസ്സലാത്തി ബിൽ ജമാഅ, ജമാഅത്തോടു കൂടി നമസ്കരിക്കണം എന്നാണ് കൽപ്പന. മഅർ റാകിഈൻ എന്ന് കൂട്ടിയപ്പോ കണ്ടാ? ബിദിക്രി അർക്കാനിഹ, അതിന്റെ അർക്കാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താ അർക്കാന്? വസ്തുതി വർക്കഈന്ന് 2 റുക്കിനെ എണ്ണീട്ടുള്ളൂ. ഉമിറത്ത് അപ്പം ജമാഅത്തോടു കൂടി നിസ്കരിക്കണമെന്നാണ് ഈ പറഞ്ഞു വന്നത്. പക്ഷെ ജമാഅത്ത് നിസ്കരിക്കാൻ ലഫ്ദ് കാണൂല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അർക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഏത്? വസ്തുതി ഇതാ, 1 നൃത്തം, 2 സുജൂദ്, 3 റുക്വ. അത് ബിദിക്രി അർക്കാനിഹ, അർക്കാന് പറഞ്ഞുകൊണ്ടാണ് എന്താക്കിയത്? നിസ്കാരം കൊണ്ട് കൽപ്പിച്ചത്. അതേതാ? അൽ ഖുനൂതു. എവിടെ? ഖുനുതി. ശ്രദ്ധിക്കുന്നില്ല? അതായത് ബഹുതൂലുൽ ഖിയാമി വസ്സുജൂദ് കൊണ്ടും റുക്വ കൊണ്ടും. അതെന്തിനാന്ന്? ഫീ ഈജാബി റിആയത്തിഹ, ഇതിനൊക്കെ നല്ലാണ്ട് പരിഗണിപ്പിക്കണം. അവിടെയാണല്ലോ തുമഅനീനത്ത് വെച്ചിരിക്കുന്നത്. ഖിയാമിൽ തുമഅനീനത്ത് പറയേണ്ടതില്ല. കാരണം അവിടെ ഓതുന്ന അവിടെ വന്നോളൂ. റുക്വയിൽ എന്താകണം? മണിക്കിട്ടിങ്ങനെ ഒറ്റ നീരല്. അത് സൂ എന്ന് പറഞ്ഞാലും മതിയല്ലോ ഉസ്താദ്, അബ്രിവേഷന്റെ കാലല്ലേ. അല്ലാഹു അക്ബർ സൂ, സമയല്ലാഹു അലൈഹി അല്ലാഹു അക്ബർ സൂ. അപ്പൊ ഇവിടെ നിന്ന് ഇവരെന്താക്കി? തക്ബീർ കിട്ടുമ്പോ ഉലാർക്ക് എണീച്ചിട്ട് പോയി. ആ നിങ്ങൾ അബ്രിവേഷൻ അല്ലല്ലോ. എം ബി മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയാറുണ്ടോ? അങ്ങനെ ചിലരുണ്ടല്ലോ. നാട് നിൽക്കുന്ന പോയപ്പോ ലാ ഈ ലാ ഈ എന്ന് മാത്രമേ ചൊല്ലൂ. നല്ല അടിക്കണം. ലാ ഈ ലാ ഈ ലാ ഈ ലാ ഈ.
ലാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്നുള്ള ഈ എന്നാണ് ഇല്ലെന്ന് അർത്ഥം. അങ്ങനെ നിൽക്കുന്നുണ്ട് എവിടെയെങ്കിലും? എന്തെല്ലോ പരിഹാസം തമാശയും കളിയാക്കിയിട്ട് മറ്റവർക്ക് ബടി കൊടുത്തിട്ട് അടിക്കടാന്ന് പറയുന്നു. ബടി കൊടുത്തിട്ട് അടി വാങ്ങില്ല. ഇനി വിശദ് വസ്ജുദി പറഞ്ഞിട്ടാണ് വർക്കൈ എന്ന് പറഞ്ഞത്. അവ തഖ്ദീമു സുജൂദി അലർറുക്കുയി അല്ലേ? ഇപ്പൊ ഇത് നോക്ക്, അതെന്താ? ലികൗനി സുജൂദി അഫ്ളലി അർക്കാനി സ്വലാത്ത്, നിസ്കാരത്തിന്റെ അർക്കാനകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലുമാണ്. വഖസ മറാത്തിബിൽ ഖുദൂ, അല്ലാഹു തആലക്ക് വിനയം പ്രകടിപ്പിക്കുന്നതിന്റെ അക്കസയുമാണ്. അതുകൊണ്ട് വലാ യഖ്തദി ദാലിക കൗന തർതീബിൽ ഖാരിജി കദാലിക, എന്ന് നിസ്കരിച്ചു വരുന്ന ഖാരിജിയ തർതീബില്ലേ, അത് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇനി പറയാൻ പോകുന്നത് എത്രയോ 1000 കൊല്ലത്തിന് മുമ്പ് കഴിഞ്ഞ സംഭവമാണ്. ഉമ്മിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. കണ്ട പോലെയാ പറയുന്നത്, തങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന്. ഇത് അല്ലാഹു തആലാന്റെ വഹയിൽ കൂടി ഇംബാഉൽ ഗൈബ്, ഗൈബിനെ അറിയിച്ചു കൊടുക്കലാണ്. അതെന്താ? നബുവത്തിന്റെ ദലാലത്താണ്. അപ്പോൾ അമ്പിയാക്ക് ഗൈബ് അറിയൂല എന്ന് പറഞ്ഞാൽ നബുവത്തേ ഇല്ല. സാധാരണ ഇപ്പം പറഞ്ഞല്ലോ ബഷർ മിസ്ലുക്ക് അന്ന് ഗൈബ് അറിയൂല. അപ്പൊ സാധാരണ പഠിക്കണ്ടോ? അതാണ് ഇപ്പോൾ തക്കീത. അത് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് എന്താക്കി ഇന്നലെ കുട്ടികളെ മനസ്സിൽ കയറി എന്താക്കണം? കുയ്യാട്ടം മുതലേ കിളച്ചിട്ട് അടിയുന്നേ കിളച്ച് കോരിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് വേണം തുടങ്ങാൻ പഠിപ്പിക്കല്. ഈ പറയപ്പെട്ടതൊക്കെ എവിടെ തുടങ്ങി? ഹന്നത്ത് ബീബി ദ്വാരക്കാൻ തുടങ്ങിയ കാലം മുതൽ, ഇവക്കാലത്ത് ഇമ്രാത്ത് ഇമ്രാന മുതൽ എന്തെല്ലാം സംഭവം, സക്കരിയ അലൈഹി സ്വലാമിന്റെ കാര്യം വരെ പറഞ്ഞ് ഇതെല്ലാം മാ ദക്കർനാഹു ഫിൽ ഖിസസി മിൻ അംബാഇൽ ഗൈബി, ഗൈബിയായ വാർത്തകളിൽ പെട്ടതാണ്. ഇനിയും കുറെ പറയാനുണ്ട്. അത് മീൻ എല്ലാം കൊണ്ട് ആശ്രയിച്ചില്ല. ഐ മിൻ അഖ്ബാരിൽ ഗൈബി അല്ലത്തി ലാ യൂഖഫു അലൈഹാ ഇല്ലാ ബിമുശാഹദത്തിൻ ഔ ഖിറാഅത്തി കിതാബിൻ ഔ തഅല്ലുമിൻ മിൻ ആലിമിൻ ഔ ബിവഹ്യിൻ മിൻ ഇൻദില്ലാഹ്. എല്ലാത്തിനായിട്ട് തരീഖിനെ ഹസറാക്കി. എന്തല്ലോ? ഒന്നിക്കിൽ പോയി നേരിട്ട് കാണുക. കാണാൻ തങ്ങളൊന്നും ജനിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിലോ ഒരു കിതാബിൽ കൂടി വായിച്ചറിയുക, അല്ലെങ്കിൽ ഒരു ആലിമിന്റെ പക്കന്ന് കേട്ട് പഠിക്കുക, അല്ലെങ്കിൽ വഹ്യ്. ഇനി വേറെ ഇത് കിട്ടാനുള്ള ഹസർ കഴിഞ്ഞില്ലേ? എന്നിട്ട് ആദ്യത്തെ 3 സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ 4 പരിമിതിയായില്ലേ? അപ്പൊ മന്ദിക്കയായ പോക്കാണ്. പൈസ മനസ്സിലായില്ല. ഒന്നിക്കിൽ മുശാഹദ, ഖിറാഅത്തു കിതാബ്, തഅല്ലുമു മിൻ ആലിമ ഔ ബിവഹ്യിൻ വൻ അദമത്തി സലാസത്തുൽ ഉവൽ. ആദ്യം പറഞ്ഞ 3 ഇവിടെ ഇല്ല അല്ലേ? അപ്പൊ തായിനത്തി റാബിഅത്തു വഹുവൽ വഹ്യു. അപ്പൊ 4ാമത് തന്നെ വേണം, അതാണ് വഹ്യ്. നിങ്ങളുടെ മന്ദിക്കിയ ഹസർ എന്നാ പറയല്. അപ്പം അംബാഉൽ ഗൈബ് എങ്ങനെ ഇവിടെ കിട്ടുന്നു? നൂഹിഹി ഇലൈക, അതിനെ ഞാൻ എന്താക്കും? തങ്ങൾക്ക് വഹ്യ് അറിയിച്ചു തരും. അതുകൊണ്ടാണ് റിസാലത്ത്, നുബുവത്തും റിസാലത്തും. ഐ നുൻസിലുഹു അലൈക ദലാലത്തൻ അലാ സിഹ്ഹത്തി നബുവ്വതിക, തങ്ങളുടെ നബുവ്വത്ത് സഹീഹാണ് എന്നതിന്റെ തെളിവാണ്. വയിൽസാമൻ അലാ മൻ യുഹാജ്ജൂക മിനൽ കുഫാർ, കുഫാറിന്റെ കൂട്ടത്തിൽ തങ്ങളോട് തർക്കിക്കാൻ വരുന്നവരെന്താക്കും? മുട്ടൂത്തിക്കലും കൂടിയുണ്ട്. ഗൈബ് പറഞ്ഞു. ഇനി ഖുർആനിൽ വഹ്യ് എന്ന് പറഞ്ഞത് എന്തെല്ലാം അർത്ഥത്തിന് പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ്. അത് നമ്മൾ മറ്റോ കേട്ടതാണ്. വഹ്യ് എന്ന പ്രയോഗം ജമാഅത്തിനോട് പറഞ്ഞിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാമിന്റെ ഉമ്മ, അതായത് നബിമാർക്ക് വഹ്യുണ്ട്, തേനീച്ചക്ക് വഹ്യുണ്ട്, പിന്നെ ജമാഅത്തിന് വഹ്യുണ്ട്. അപ്പൊ വഹ്യ് എന്നുള്ളത് പല സ്റ്റേജിലും പല അർത്ഥത്തിനും പ്രയോഗിച്ചു. ബൽ വഹ്യു ഫിൽ ഖുർആനി വറദ ലിമആനിൻ, ഖുർആനിലെ വഹ്യ് എന്ന് പല അർത്ഥത്തിനും വന്നിട്ടുണ്ട്. എത്രണ്ണം പറയും നോക്കാം. ഒന്ന് ലിൽ ഇർസാലിൽ അംബിയാ, അതാ അംബിയാക്കളിലേക്ക് എന്താക്കും? മലായികത്തിനെ അയച്ചിട്ട്. അത് അങ്ങനെ നൂഹി ഇലൈഹിം എന്നുണ്ടതാ. ഈ ആയത്തിന്റെ ബാക്കിയുണ്ട്, അതിനുള്ള തെളിവ്. നൂഹി ഇലൈഹിം. ഇനി 2ാമത് ഇൽഹാം. വൗഹൈനാ ഇലാ ഉമ്മി മൂസ. എന്തുകൊണ്ട്? ഉമ്മി മൂസ ആരല്ല? നബിയല്ല, വലിയത്താണ്. അപ്പൊ ഇൽഹാം. വലിൽഖായിൽ മഅനൽ മുറ, ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം കൽബിലിട്ട് കൊടുക്കുക. ബി അന്ന റബ്ബക ഔഹാ ലഹാ എന്ന് പറഞ്ഞത്. വലിൽ ഇശാറത്തി, അത് ഇശാറത്ത് ഫൗഹാ ഇലൈഹിം അൻ സബ്ബിഹു ബുക്റതൻ വഅശിയ്യ എന്ന് പറഞ്ഞത്.
ഇതല്ലേ? വാസുലുദാലിക്ക കുല്ലി, എല്ലാത്തിലുമുള്ള അസലെന്താ? അൽ ഇഅ്ലാമു ഫീ ഖഫായി, മറ്റുള്ള ആൾക്ക് തിരിയാത്ത രൂപത്തിൽ അറിവ് കൊടുക്കലുണ്ടായിരുന്നു. രഹസ്യമായ ഭാഗത്തിൽ കൂടി അറിവിട വന്നിട്ടുണ്ട്. ഏത് തരീക്കിൽ കൂടി വന്നതെന്ന് കാണിക്കാൻ കഴിയില്ല. വമാ കുൻത ലദൈനി പറയുന്നത് ആ ദലാലത്തു നുബുവ്വത്ത്, നുബുവ്വത്തിന്റെ ആ ദലാലത്തുണ്ടല്ലോ, ഉറപ്പിക്കുന്ന എന്തുകൊണ്ട്? തങ്ങള് അന്ന് ഉണ്ടായില്ല. അപ്പൊ ഏത് പോയി? മുഷാഹദ പോയി. തങ്ങളുടെ ഒരാക്കുന്ന കിതാബ് ഓതിയിട്ടില്ല, ഖിറാഅത്ത് കിതാബും പോയി, തഅല്ലുമും മിൻ ആലിമും പോയി. അതാണ് വമാ കുൻത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുലു മർയം വമാ കുൻത ലദൈഹിം ഇദ് യഖ്തസിമൂൻ. വമാ കുൻത ലദൈഹിം, തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. എപ്പോ? ലദൈഹിംന്റെ ദമീറടുത്തേക്ക് ഇൻദല്ലദീന ഇഖ്തലഫൂ വതനാസഉ ഫീ തർബിയത്തി മർയം, മറിയം ബീബിന്റെ സംരക്ഷണം ആര് ഏറ്റെടുക്കണം എന്ന് എന്താക്കി അവിടെയുള്ള അഹ്ബാർ തർക്കം കൂടിയെന്നല്ലേ പറഞ്ഞു. അപ്പൊ സക്കറിയ അലൈഹി സ്വലാം പറഞ്ഞു ഞാൻ ആപ്പയാന്ന്, മറ്റോറ് പറഞ്ഞു നമ്മൾ അങ്ങനെ മക്കളെ അമ്പിയാക്കളെ മക്കളാന്ന് പറഞ്ഞ് അവസാനമല്ലേ നെറുക്കിട്ടത്. ആ വഹുവ തഖ്ദീറുൽ കൗനിഹി വഹിയൻ, അത് വഹിയാണ് തെളിയിക്കാനുള്ള തെളിവാണ്. തങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അലാ തരീഖത്തി തഹക്കുമി ബിമിൻകിരിഹി, വഹിയനെ ഇൻകാറാക്കുന്ന കൂട്ടരെ പരിഹസിക്കലാണ്. അവിടെ ഇല്ലാത്ത ആളെങ്ങനെ എത്രയോ ആയിരം കൊല്ലത്തിന് ശേഷം പറഞ്ഞു എന്നാ ചോദ്യം. അയ്യന്നഹും ആലിമൂന ലാ യശുക്കൂന അന്നക ലം തഖ്റ കിതാബൻ, ഒരു കിതാബ് വായിച്ചിട്ടില്ല എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. വലം തസ്ഹബ് മൻ അലിമ തിൽകൽ ലംബാ, അപ്പൊ അത് ഒന്നാമത്തെ പോയി. ഒന്ന് അന്നില്ല, രണ്ട് കിതാബ് വായിച്ചിട്ടില്ല, മൂന്നാമത്തേത് ഒരു ആലിമിന്റെ വക്കൽ നിന്ന് നിങ്ങൾ സുഹബത്ത് കിട്ടിയിട്ടില്ല. ഹത്താ തസ്മഅ മിൻ, നല്ല കേട്ടുപഠിക്കല്. വലം ഫലം നബക ഇല്ലൽ മുഷാഹദ, മുഷാഹദ അവിടെ ഉള്ളത് വഹിയ മുന്തഫീദുൻ ബില്ലറൂറ, അത് പിന്നെ ഇല്ലാന്ന് അറിയിക്കണ്ടല്ലോ, ആയിരം കൊല്ലത്തിനും ഇല്ലല്ലോ. എപ്പോഴാണ് ഇത് യുൽഖൂന അഖ്ലാമഹും, അവരുടെ പേന എന്താക്കി ഉറുദുനിലെ ബഹറിലിട്ട് നാം മുമ്പ് പറഞ്ഞു. അല്ലത്തി കാനു യക്തുബൂന ബിഹ തൗറാത്ത്, തൗറാത്തിന് എഴുതാൻ ഉപയോഗിക്കുന്ന പേന. എന്നിട്ട് ആരെ പേനയാണോ പൊന്തി വന്നത് അവർക്ക് കൊടുക്കാം. ആവർത്തിച്ചു. എന്താ പിന്നെ? അയ്യുഹും യക്ഫുലു മറിയം, ആരാണ് മറിയമിനെ സംരക്ഷിക്കേണ്ടത്? ഐ യുൽഖൂനഹ ലിയഅലമു അയ്യുഹും യക്ഫുലുഹ, യുൽഖൂനഹ എന്നുള്ള പേനകൾ ഇടുന്നു. ഹാല ലമീർ പേനയിലേക്ക്, മനസ്സിലായില്ലേ? അയ്യുഹും യക്ഫുലുഹ എന്ന് പറഞ്ഞാൽ മറിയം ബീബിനെ ആരാ സംരക്ഷിക്കേണ്ടത്? അപ്പൊ ഹാല ലമീർ രണ്ടിലേക്കാ പോകുന്നത്. വമാ കുൻത ലദൈഹിം ഇദ് യഖ്തസിമൂൻ, അവർ തർക്കം കൂടുന്ന നേരത്തും തങ്ങളവിടെ ഇല്ല. ഐ ഫീ ശൈനിഹാ തനാഫുസം ഫീ കഫാലത്തിഹാ, മറിയം ബീബിയെ പോറ്റാനുള്ള വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കി തർക്കം കൂടി എനിക്ക് എന്നുള്ള മത്സര ബുദ്ധിയോടെ വന്നില്ലേ? അപ്പോഴും തങ്ങളില്ല. വഫിൽ ആയത്തി ദലാലത്തുൻ അലാ ഫളീലത്തി മറിയം, ഇനി ഈ ആയത്തിൽ ഈ മറിയം ബീവിയുടെ ഫളീലത്തിന്റെ അറിയിപ്പുണ്ട്. ഇന്നല്ലാഹ ഇസ്തഫാക്കി വതഹറക്കി വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ, ഹൈസ് ഇസ്തഫാഹ അല്ലാഹു അലൽ ആലമീൻ. രണ്ട് ഇസ്തിഫാഹ പറഞ്ഞു, തുടക്കത്തിലും ഒടുക്കത്തിലും. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദത്തു നിസാഇൽ ആലമീൻ, ലോകത്തുള്ള സ്ത്രീകളുടെ സയ്യിദത്താരാണ്? ഒന്ന് മറിയം, സുമ്മ ഫാത്തിമ. അപ്പം മറിയം ബീബിക്കാണ് ഒന്നാം സ്ഥാനം. സുമ്മ ഇട്ടിട്ട് പറയുമ്പോൾ ഫാത്തിമ ബീബി രണ്ടായി. സുമ്മ ഖദീജ, ഫാത്തിമ ബീബി ഉമ്മ, സുമ്മ ആസിയ. ഈ തർത്തീബിലാണ് ഇപ്പോൾ ഉള്ളത്. അഖ്റജഹുൽ ഹാക്കിമു. സയ്യിദാത്തു നിസാഇ അഹ്ലുൽ ജന്നത്തി അർബഉൻ എന്ന് പറഞ്ഞിട്ട് നാലുണ്ടായില്ലേ? മറിയം, ഫാത്തിമ, ഖദീജ, ആസിയ. ഇത് ഹദീസുൻ ഹസൻ യുവാഫിഖുൽ ആയത്ത്, ഇത് ആയത്തിനോട് ഒക്കുന്നുണ്ട്. ഫിദ്ദലാലത്തി അലാ അന്ന മറിയമ അഫ്ളലു, മറിയം ബേബിയാണ് അഫ്ളൽ എന്ന ആയത്തിന്റെ ലാഹിദ് എന്താ? വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ എന്ന് പറയുമ്പോൾ ആയത്തിന്റെ ലാഹിദിനോട് ഒക്കുന്നത് അതാണ്. وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم പറഞ്ഞു ഹസ്ബുക്കി മിൻ നിസാഇൽ ആലമീന മറിയം ബിൻതു ഇമ്രാൻ وخديجة بنت خويلد وفاطمة بنت محمد صلى الله عليه وسلم وآسية امرأة فرعون. ഈ ഹദീസിൽ എന്താ ഉള്ളത്? അവിടെയും മറിയം ബീബി തന്നെയാണ് ഒന്നാം നമ്പർ, ഖദീജ രണ്ടാം നമ്പർ. അപ്പൊ ആദ്യത്തെ ഹദീസിൽ ഖദീജ മൂന്നാം നമ്പറായിരുന്നു. എന്നിട്ടോ ഫാത്തിമത്ത് ബിന്ത് മുഹമ്മദ് മൂന്നാം നമ്പറായി മാറി. ഉമ്മ മുന്തിയിട്ട് മകൾ ബിന്തി നാല് തന്നെ.
വഹുവ യദുല്ലു അലാ അന്ന ഹൗലാഇൽ അർബഅ അഫ്ളലു മിൻ സായിരിൻ നിസാ. അപ്പോൾ മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് ഈ 4 ആളുകൾ അഫ്ളലാണെന്ന് വന്നു. വഅലം അന്ന അഹ്ലൽ കമാലി മിനർ റിജാലി കസീറുൻ. പുരുഷന്മാരിൽ നിന്ന് കമാലിൻ്റെ അഹ്ലുകാർ ധാരാളമുണ്ട്, അത് എണ്ണിയാൽ തീരൂല. വലം യക്മൽ മിനൻ നിസായി ഗൈറു ഹാദിഹിൽ അർബഅ. സ്ത്രീകളിൽ നിന്ന് കാമിലായവർ ഈ 4 ആളല്ലാണ്ട് വേറുണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? കമാലുണ്ടെന്ന്. അപ്പം നബീസത്തുൽ മിസ്രി ഇല്ലെന്ന് ചോദിച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്നത് മഅനൽ കമാലി അത്തനാഹി ഫിൽ ഫളായിൽ. ഫളായിൽ ടോപ്പ് മോസ്റ്റിൽ എത്തല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ നഫീസ ബേബി ആരും അല്ല എന്നല്ല അർത്ഥം കിട്ടുന്നു. അങ്ങനെ എത്രയോ ബീബിമാരുണ്ടല്ലോ. വൽ ബിർരി വത്തഖ്വ വൽ കമാലു ഫീ ഷൈഇൻ മാ യകൂനു ഹുസൂലുഹു ലിൽ കാമിലി ഔലാ മിൻ ഗൈരിഹി. ഈ കമാൽ എന്ന് പറഞ്ഞ സാധനം എന്താണത്? ആ കിട്ടിയ കാമിലുണ്ടല്ലോ, ആ കാമിലിന് ഔലിയായിരിക്കണം ഗൈറിനേക്കാൾ. എന്നുവെച്ചാലോ, നബുവത്ത് വലിയൊരു പദവിയല്ലേ, പക്ഷെ പെണ്ണുങ്ങൾക്ക് കിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇപ്പൊ ഓരോ വസ്തു ഓരോ സാധനത്തിനോട് അനുയോജ്യമുണ്ട്. ഒരു ശേഷം പറഞ്ഞ് എന്താന്ന് ഒന്നും പഠിക്കാൻ പാടില്ല, മദ്രസിലോ ദുരസിലോ പോകാൻ പാടില്ല, ഉമ്മിയായിട്ട് കഴിഞ്ഞുകൂടാ, എന്നാലാ കമാലാകലും. അതിന് തെളിവെന്താണ്? ഉമ്മിയാകാതെ കമാലാകയില്ല എന്നൊരു പാട്ടുണ്ടല്ലോ. ആ പാട്ടാണ് ഇതിന് ദലീല്. ഇത് കൗലിഹിത്താലെന്നും പറയേണ്ട ഹദീസുമല്ല, ഒരു പാട്ടിലുണ്ട് ഉമ്മിയാകാതെ കമാലാകയില്ല. അപ്പൊ ഉമ്മിയാകണം. ഉമ്മിയാണ് എന്തുകൊണ്ടാ? ഓതാൻ പോകാൻ പാടില്ല, പഠിക്കാനും പാടില്ല, ഒന്നും ആകാൻ പാടില്ല. അപ്പൊ എന്താ ശേഖൻ അങ്ങനെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയല്ലേ? അപ്പൊ തങ്ങളെ വസ്ഫിനോടക്കണമെങ്കിൽ നീ ഉമ്മിയാകണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മിയ എന്നുള്ളത് തങ്ങൾക്ക് കമാലാണ്. എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾ ഖുർആൻ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ സ്ഥാപിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്താകും? അയാൾ പണ്ട് നല്ല എഴുത്തുകാരനല്ല, അപ്പൊ ഖുർആൻ കൊണ്ടുവരുന്നതിന് എന്താ അത്ഭുതം ഉള്ളതെന്ന് ചോദിക്കും അല്ലേ? അതേസമയം മറ്റുള്ളാക്ക് നുക്സാനാണ്. ഞാൻ ചോദിച്ചു, ചൂടുള്ള കാപ്പി ഇവിടെ കിട്ടുമെന്നെ കയറിയിട്ട് കുടിക്കോ ഇല്ലയോ? കുടിക്കോ അല്ലേ? ചൂടുള്ള മോരുടെ കിട്ടുമെന്ന് ആരും കുടിക്കുവോ? അപ്പൊ ചൂട് എന്നുള്ളത് കാപ്പിക്ക് കമാലാണെങ്കിൽ മോരിന് കമാലല്ല. തണുത്ത എന്താണ് സർബത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ കുടിക്കുമോ? തണുപ്പ് സർബത്ത് നന്നായി ഇതേണ്ട. അപ്പൊ അതാ പറയുന്നു, ഒരു കമാല് ആ സാധനത്തിന് ഔലിയായിരിക്കണം. ഇതിഞ്ഞ വന്നബുവ്വത്തു ലൈസത്ത് ഔലാ അലിൻ നിസാ. നബുവത്ത് എന്നുള്ളത് നിസായിന് പറ്റിയതല്ല. എന്തുകൊണ്ട്? ലിഅന്ന മബ്നാഹ അലൽ ളുഹൂരി വദ്ദഅവ. പുറത്തിറങ്ങണം, ജനങ്ങളെ ക്ഷണിക്കണം, സ്റ്റേജുമ്മ കയറണം, ഇതിനൊക്കെ പല പണിയുണ്ട്. അതൊന്നും പെണ്ണുങ്ങൾക്ക് കൊള്ളൂല. വഹാലുഹുന്ന, പെണ്ണുങ്ങൾക്കുള്ള ഹാലത അൽ ഇസ്തിത്താർ, മറഞ്ഞിരിക്കലാണ്. വലാ തകൂനു നബുവ്വത്തു ഫീ ഹഖ്ഹിന്ന കമാലൻ. അപ്പം അതുകൊണ്ട് നബുവ്വത്ത് അവരുടെ ഹക്കിൽ കമാലല്ല. തിരിഞ്ഞ നേരത്തെ ചൂട് കാപ്പിക്ക് നല്ലതാണെങ്കിൽ മോരിന് പറ്റൂല. ബലിൽ കമാലു ഫീ ഹഖ്ഹിന്ന, അവരുടെ ഹക്കിൽ കമാൽ ചെയ്ത സിദ്ദീഖിയ്യത്ത് കൊടുക്കലാണ്. അപ്പൊ ഈ പറയപ്പെട്ട പെണ്ണുങ്ങളെല്ലാവരും സിദ്ദീഖിങ്ങളുടെ പദവിയിലുള്ളവരാണ്. അപ്പൊ അതാണ് ഖരീബും മിനൻ നുബുവ്വ, നബുവ്വത്തിന് അടുത്ത പദവി നബി സിദ്ദീഖിന്. വസ്സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ മൻ സദ്ദഖ ഫീ ജമീ അഖ്വാലിഹി വഅഫ്ആലിഹി വഅഹ്വാലിഹി. അദ്ദേഹത്തിന്റെ സദഖ, അദ്ദേഹത്തിന്റെ ഖൗലിലും അദ്ദേഹത്തിന്റെ അഫ്ആലിലും അഹ്വാലൊക്കെ സിദ്ഖുള്ളവരാണ് ആര്? സിദ്ദീഖ്. ചിലപ്പോൾ എന്താക്കും, അഖ്വാലിൽ പൊള്ളുവരാം, അഫ്ആലിലും പൊള്ളുവരാം. കാരണം മുന്നിലൊന്ന് വേറെ മറിഞ്ഞെന്നാ ഒന്ന് പറയാ, അവിടെ ഖിയാനത്ത് വന്നില്ലേ? അഹ്വാൽ എന്താക്കാം, സാഹിദായിട്ട് പ്രകടിപ്പിക്കുക. സൂപ്പർ വൈറ്റ് നോക്കാതെ കുപ്പായ ഇടാം, ഇസ്തരിന്റെ ഉണ്ടാവില്ല ചുളിഞ്ഞ കുപ്പായ ഇടും. അങ്ങനെ ആ കഥ കണ്ടാലുണ്ടെങ്കിൽ ഇയാൾ സാഹിദ് എന്നപ്പോൾ ഇതിലൊന്നും താല്പര്യം ഇല്ലാന്ന് തോന്നിക്കും. പക്ഷെ ഉള്ളിൽ ഭയങ്കര ബെറിയനാണ്. അപ്പൊ അഹ്വാലിനും അഖ്വാലി അഫ്ആലി അഹ്വാലിനും എന്തൊക്കെ സ്ഥിതിക്കുണ്ടാകണം. എന്താ സ്ഥിതിക്ക്? ഒരു മുഅ്മിനിന് അവന്റെ പരസ്യവും രഹസ്യവും ഒരുപോലെ തന്നെ, രണ്ട് മാറ്റമില്ല എന്നാ ഇതാക്ക് എന്താ പറയും? സാദിഖ് എന്ന് പറയാം. അപ്പൊ ഫമിനൻ നിസായി കാമിലാത്തുൻ ആരിഫാത്തുൻ വാസിലാത്തുൻ ഇലാ മഖാമിർ റിജാൽ. സ്ത്രീകളെ കൂട്ടത്തിലുണ്ട് കാമിലീങ്ങളായ സ്ത്രീകളുണ്ട്, ആരിഫാത്തായ സ്ത്രീകളുണ്ട്, മഖാമുർ റിജാലിലേക്ക് വാസിലായ ആളുകളുമുണ്ട്. മസലൻ നഫീസത്തുൽ മിസ്രിന്റെ അടുത്ത് നോക്ക്. കുത്തുബിനെ ഫഹ്മു ഗൗസിൻ കുത്തുബിനേജും പദവിയിലെത്തിന്.
അപ്പം മായനയിൽ ഫഹി റിജാല്, മായനയിൽ നോക്കാം ഒരു റിജാലിന്റെ സ്ഥാനത്താണ്. ഫിൽ മാന കാഴ്ചയിൽ പെണ്ണാണെങ്കിലും. قال بعضهم ولو كان النساء كمن ذكرنا لفضلت النساء على الرجال فلا التغليث لاسم الشمس عيب ولا التذكير فخر للهلال ولو كان النساء പെണ്ണുങ്ങന്മാരാണെങ്കിൽ കമാ ദക്കർന നമ്മൾ പറഞ്ഞ പോലെയാണെങ്കിൽ എന്താക്കും ഫുദ്ദിലത്തിൻ നിസാ വല റിജാൽ, ചിലപ്പോൾ റിജാലിനാക്കാണ് സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കലുണ്ട്. നമ്മൾ തന്നെ റിജാൽ എന്നിപ്പം പറയുന്നത് നഫീസത്തുൽ മിസ്രിയ ബേബി അതുപോലത്തെ എടുത്തു നോക്കിയാൽ അയച്ച പതായില് ഒരു അടുക്കെ കിടക്കാൻ കഴിയോ? അതേ വശത്തെ അപ്പം എന്താക്കും പെണ്ണ് എന്നുള്ളൊരു പേര് തഗ്നീസ് വരുന്നില്ലേ, അതിന് സൂര്യനിക്ക് ഇപ്പൊ തഗ്നീസല്ലേ. വശംസു തജിരിയിൽ മുസ്തഖലിൽ ലഹാ എന്നല്ല അല്ല മുഅന്നസായിട്ടല്ലേ പ്രയോഗിച്ചിന്, അതുകൊണ്ട് സൂര്യന് സ്ഥാനം കുറച്ചെന്ന അർത്ഥം മനസ്സിലായി ഞാൻ. അപ്പം ഫലത്തഗ്നീസു മുഅന്നസാവൽ ഇസ്മി ശംസ് എന്ന പേരിന് അത് ഐബല്ല. പിന്നെ വല തദ്കീറു അതുപോലെ തന്നെ മുദക്കറാവൽ ഹിലാല് എന്നുള്ളല്ലേ, മാസം ഉദിക്കുന്ന ചന്ദ്രന്, അതിന് മുദക്കറായിട്ടാ പ്രയോഗിക്കല്. അപ്പൊ സൂര്യനാക്കാണ് ഈ അലാമത്തുള്ളത് കൊണ്ട് എന്താക്കുന്നത് ഖമറിന് സ്ഥാനം കൂടണ്ടേ. മനസ്സിലായില്ല, മൂപ്പര് മിസാലാക്കിയതാണ്. ഇനി മലായിക്കത്ത് വീണ്ടും പറയുമ്പോൾ ഇതിനോട് കിതാബ പറയുന്നു. ആദ്യം ഓരോ റാത്തിലുള്ള ഫീനഫ്സിലുള്ള മഹത്വങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കൊരു മകൻ ജനിക്കാൻ പോകുന്നുണ്ട്, അവരുടെ അവസ്ഥയാ പറയുന്നത്. إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين إذ قالت الملائكة ملائكة പറഞ്ഞ സമയം നോക്ക്. അവിടെയും പറഞ്ഞ മലായിക്കത്ത് എന്ന് ബഹുമാനിച്ചിട്ട് അൽ മുറാദു ബിൽ മലായിക്കത്ത് ജിബ്രീലു. അതിന് കാരണം ഇനിയൊന്നും പറയണ്ട, 3 വട്ടം കാരണം പറഞ്ഞു കഴിഞ്ഞു. വജമഅ തഅദീമൻ ലഹു വഖദ മറ, അതാണ് മൂപ്പറാണ് പറഞ്ഞതാ. തഅദീമിന്റെ ജമ്മാണ്, അത് വട്ടം ഒരേ പറഞ്ഞു കഴിഞ്ഞു. യാ മർയമു മർയമേ ഇന്നല്ലാഹ യുബശ്ശിറുകി, നിങ്ങളെ അല്ലാഹു തആല സന്തോഷം അറിയിക്കുന്നുണ്ട്. ബി കലിമത്തിൻ മിൻഹു, അല്ലാഹുവിന്റെ വക്കൽ നിന്നുള്ള ഒരു കലിമത്ത് കൊണ്ട് എന്ന് പറഞ്ഞു. ഐ യുഖ്ബിറുകി ബിമാ യുഫരിഹു, സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യത്തിന് വാർത്ത പറയലാണ് യുബശ്ശിറുക, ബശ്ശറ എന്ന് പറയുന്നത്. മിൻഹു എന്ന് പറഞ്ഞാൽ ആ മിഹൂന ദമീറടുത്തേക്ക് അസ്സ വജല്ലയിലേക്കാണ്. വഹ്യ ആ കലിമത്ത് ഏതാ? കുൻ, അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വഹുദൂസു കുല്ലി മഖ്ലൂഖിൻ, ഏത് മഖ്ലൂഖിന്റെ ഹുദൂസും വഇൻ കാന ബിസബബി ഹാദിഹിൽ കലിമ, ഈ കലിമത്തിന്റെ സബബ് കൊണ്ടാണെങ്കിലും, ഈ കലിമത്തിന് കാഫും നൂനും നാവ് കൊണ്ട് ഉച്ചരിക്കലല്ല, അള്ളാഹുവിന്റെ ഖുദ്റത്തും ഇറാദത്തും, ആദ്യ ഇറാദത്തിൽ തഖ്സീസാക്കിയ സാധനം ഖുദ്റത്ത് കൊണ്ട് തഹ്സീറാക്കി അത് അതിന്റെ ടൈമിന് അങ്ങോട്ട് പുറത്തു വരും. അപ്പൊ ഖുദ്റത്തും ഇറാദത്തും കൂടി സംഗമിക്കുന്ന ആ സ്വിച്ച് ഓൺ ചെയ്യലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നു അല്ലേ. എന്നാ പിന്നെ ഈസാ നബിക്കായിട്ട് എന്താ പ്രത്യേകത? എല്ലാം അങ്ങനെയില്ലേ. പക്ഷെ ലാക്കിനി സബബുൽ മുതഅറഫിൽ ഹുദൂസി, ഹുദൂസാവാനുള്ള പൊതുവേ അറിയപ്പെടുന്ന ബാഹ്യമായ സബബുണ്ടല്ലോ, അത് ലമ്മാക്കാന മഫ്ഖൂദൻ ഫി ഹഖി ഈസാ, ഈസാ അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ മഫ്ഖൂദായിരുന്നു. അപ്പം ഇതിൽ ആദിയായ അസ്ബാബുകൾ ഉണ്ടായിട്ടില്ല. അപ്പൊ കാന ഇസ്നാദു ഹുദൂസി ഇലൽ കലിമത്തി അതമ്മ വഅക്മല, അതുകൊണ്ട് ഈസാ അലൈഹിസ്സലാം ജനിച്ചതിന്റെ ഇസ്നാദ് ഏതാക്കി? കലിമത്തിലേക്ക് തന്നെ കൊണ്ടുപോയി, നേർക്ക് നേരെ. എന്നിട്ട് അവർക്ക് കലിമത്ത് എന്ന് പേരിട്ടു, അത് അക്മലായി. എന്നിട്ടോ അവരുടെ പേരെന്താ? ഇസ്മുഹു. അപ്പോ കലിമത്തിന്റെ ഇസ്മല്ലല്ലോ, കലിമത്ത് കൊണ്ട് പറയപ്പെട്ട ആളെ അല്ലേ, അതാണ് ഹൂന ദമീരി മുദക്കറാക്കിയത്. അത് ഇസ്മുൽ മുസമ്മാ ബിൽ കലിമ, കലിമത്ത് കൊണ്ട് പേരിടപ്പെട്ട അത് ആ മുസമ്മാന്റെ പേര് അൽ മസീഹ്, മസീഹ് എന്നാണ്. അത് മസീഹ് എന്താ? ലഖബും മിനൽ അൽഖാബിൽ മുശറഫത്തി, അത് തശ്രീഫാക്കപ്പെട്ട ലഖബിൽപ്പെട്ടതാണ്, ആദരിക്കപ്പെടേണ്ടുന്ന. സിദ്ദീഖി എന്ന് പറയും പോലെ, ഫാറൂഖി എന്ന് പറയും പോലെ. ഈ മസീഹിന്റെ അസലെന്താ? വാസലുഹു മഷീഹ എന്നാണ്, ബിൽ അബ്റാനി ഭാഷയിൽ മഷീഹ എന്നാണ്. വ മഅനാഹു അൽ മുബാറകു, അനുഗ്രഹീതരായ ആളുകളാണ്
അപ്പൊ അതെന്തായി? അനുഗ്രഹീതരായ ആള് എന്നർത്ഥത്തിലുള്ള മസീഹ പറഞ്ഞു. അത് അറബിയിലേക്ക് മാറിയപ്പോൾ മസീഹിന്ന് പേരായി. എന്നിട്ടോ ഈസ ഇസ്മുഹുൽ മസീഹു എന്ന് പറഞ്ഞ ലക്കബാദ്യം പറഞ്ഞത്, അതിനുശേഷം ഈസ. ലക്കബ്, കുഞ്ഞത്ത്, അങ്ങനെ അലമ് പലതില്ല. അപ്പൊ ഒറിജിനൽ അലം ഏതാണ്? ഈസ. ബദലും മിനൽ മസീഹിൽ നിന്ന് ബദലാന്നല്ല. 3 ജാതി പേരുണ്ടാവൂലേ? ഒസ്മൻ നത്താവ, കുഞ്ഞത്തമ്പ, ലാഖബ എന്നാ പറഞ്ഞു. ചിലർക്ക് എന്തുണ്ടാകും? ഒറിജിനൽ പേരിടും. ചിലത് കുഞ്ഞത്ത്, അബൂന്നോ പെണ്ണാണെങ്കിൽ ഉമ്മൂന്നോ ഇട്ടിട്ട് കുഞ്ഞത്ത് ഉണ്ടാക്കും. സ്ഥാനപ്പേരുണ്ടാകും. സ്ഥാനപ്പേര് തന്നെ എന്താകും? ചിലപ്പം ബഹുമാനത്തമ്മൽ അറിയിക്കാനുണ്ടാകും, ചിലപ്പം ദമ്മിന്റെ മേലെ അറിയിക്കാനുണ്ടാകും. അപ്പൊ മസീഹ് എന്നുള്ളത് ഏതാന്ന്? ഇസ്മലമല്ല, ബഹുമാനത്തിന്റെ മേൽ അറിയിക്കുവാനുള്ള ലഖബാന്ന് സാധനം. ദമ്മിന്റെ മോള് പറമ്പല്ല പറയില്ല, കിട്ടുമ്പോ തോന്നിയ നിനക്ക് പേര് കിട്ടുകയാണെങ്കിൽ. അങ്ങനെ പല പണികൊണ്ട് പേരിടില്ലേ? മാളിയാഫിയിലുണ്ട്. തണ്ണിങ്കോരി എന്ന് പറഞ്ഞാൽ അന്ന് പള്ളിയിൽ വെള്ളം വലിക്കുന്ന സ്ഥാനപ്പേരാണ്. തണ്ണിങ്കോരി മാളിയാഫിയിലാണ് അല്ലേ? കുളം തോണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ എന്താക്കി? ലക്കബാബ് ഇസ്മായി മാറി. മാളിയാഫിയിലോണ്ട് പേരിടല്ല, ഷാബക്കർണാഹ എന്ന പേരില്ലേ? അതിൽ ഞാൻ പറഞ്ഞ അരമാക്കാൻ വേണ്ടി എന്തും പറ്റുമെന്ന്. നിങ്ങൾ ഫെയിൽ യസീദ് എന്നൊരു സാധനം എന്താ? സാധ യസീദിന് മുള്ളാരിയ ഫെയിലല്ലേ? പക്ഷെ അത് അലമാക്കുമ്പോൾ ഇസ്മായിട്ട് മാറി. ഇസ്മിന്റെ കളി വകുപ്പ് അവിടെ ഉണ്ടാവുള്ള ഫെയിലിന്റെ യസീദ് അവിടെ എന്താ മസറും ചോദിക്കൂല. അത് പേരാക്കി മറിച്ചില്ലെങ്കിൽ അസലിലെ ഫെയിലായ സാധനം എന്താക്കി പേരാക്കുമ്പോൾ അലമായിട്ട് മാറി. യസീദു അവിടെല്ല വസ്ന് ഫീൽ എന്ന് പറയുന്നു. ഇസ്മാണെങ്കിലും വസ്ന് ഫീലാണ്. ഇനി ഇബ്നു മറിയം എന്നുള്ളത് സിഫത്താണ് ഈസാന്റെ, ഇബ്നു. അപ്പൊ തൗജീഹുൽ ഖിതാബി ഇലാ മറിയം, മറിയമിലേക്ക് ഖിതാബിട്ടില്ല. തൗജീഹ് തവജ്ജുഹ് അല്ലേ? തവജ്ജുഹുൽ ഖിതാബി ഇലാ മറിയം, മറിയമിലേക്ക് ഖിതാബിട്ടില്ലേ? മറിയം ബീബിനോടല്ലേ പറയുന്നത്? യാ മറിയമു ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻ ഇസ്മുഹു ഈസബിന് മറിയമ എന്നല്ലേ ഇവിടെ പറഞ്ഞു. ഈസബിന് ഇബിനിക്ക് എന്നല്ലേ പറയണ്ട ശരിക്കും പറഞ്ഞാല്? മുഖാത്തബിനോടല്ലേ പറയുന്നത്. ഇപ്പൊ അവരോട് പറയുമ്പോ ഇബിനിക്ക് എന്നല്ലേ പറയുന്നത്? ഇതാണ്ടല്ലോ പറയണ്ടല്ലേ? യക്തല ഈസ ഇബിനിക്ക്, നിങ്ങളെ മോന് എന്നാ പറയണ്ടേ? ഇല്ല അന്നഹു ഖീല ഈസബിന് മറിയമാന്നതിന് ആ പ്രയോഗം വെച്ചത് തംബീഹൻ അല അന്നൽ അബ്നാഅ യുൻസബൂന ഇലൽ ആബാഇ ലാ ഇലൽ ഉമ്മഹാത്ത്. മക്കളെ ചേർക്കപ്പെടേണ്ടത് ആബായിലേക്കാണ്, ഉമ്മയിലേക്കല്ല. അപ്പൊ ഫഉലിമത് ബിനിസ്ബതിഹി ഇലൈഹ, ഈസാ അലൈഹിസ്സലാമിനെ മറിയമിലേക്ക് നിസ്ബ കൊണ്ട് അറിയിച്ചത് എന്താണ്? അന്നഹു യൂലദു മിൻ ഗൈരി അബിൻ, അവർക്ക് ഒപ്പം ഉണ്ടാവില്ല എന്ന് അറിയിക്കാനാണ്. അപ്പൊ അത് കറാമത്താണ്, ഖാലിഖുല്ലാദത്താന്ന് അറിയാൻ. അപ്പൊ ഫലാ യുൻസബ് ഇല്ലാ ഇലാ ഉമ്മിഹി, പിന്നെ ഉമ്മയിലേക്കല്ലേ ചേർക്കാൻ പറ്റുള്ളൂ. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് നിസാഉൽ ആലമീനേക്കാൾ നിങ്ങൾക്ക് ഇസ്തിഫാ നൽകിയത് ഏതാന്ന്? അബില്ലാതെ കണ്ടും മറ്റുള്ള ഹൈദോ നിഫാസോ ഒന്നും ഇല്ലാതെ കണ്ടെന്താ ഈസാ അലൈഹി സ്വലാം ജനിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ പറച്ചിൽ തന്നെ മൂപ്പർ ബീബിയുടെ മഹത്വം അറിയിക്കൽ വന്നു. ഇനി ഈസാ അലൈഹി സ്വലാമിന്റെ അവസ്ഥ എന്താ? വജീഹം ഫിദ്ദുന്യ വൽ ആഖിറ എന്നാ പറയുന്നു. ഒന്ന് വമിനൽ മുഖറബീൻ, ആട് 2. ബാക്കിയുണ്ടോ? വജീഹൻ എന്ന് പറഞ്ഞാൽ എന്താ? അൽ വജീഹു ദുൽ ജാഹി. ജാഹ് എന്ന് പറഞ്ഞാൽ എന്താ? വഹുവൽ ഖുവ്വത്തു വൽ മൻഅതു വശറഫു, നല്ല ശക്തി, അതുപോലെ മറ്റുള്ള ആളുകൾക്ക് ആക്രമിക്കാൻ കഴിയാത്തത്, ഷറഫ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ജാഹില് 3 അർത്ഥമുണ്ട്. 1 ഖുവ്വത്ത്, 2 മനാഅത്ത്, 3 ഷറഫ്. അതെവിടെ? ഫിദ്ദുന്യ, ദുന്യാവിലുണ്ടവർക്ക് ഈ ജാഹ്. ദുന്യാവിലെങ്ങനെ? ബിന്നുബുവ്വത്തി, 1 നുബുവത്ത് തന്നെ. വത്തഖദ്ദുമി അലന്നാസ്, ജനങ്ങളെക്കാൾ വലിയ സ്ഥാനം കൊടുക്കൽ ഉലുല്ലസമായ റസൂലാണ്. വൽ ആഖിറത്തിലോ ബിശ്ശഫാഅത്തി, ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അല്ലാഹു പ്രത്യേക ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. വഉലുവ്വി ദർജത്തി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവിയും കൊടുക്കും. മുർസലീങ്ങളെ ഉലുല്ലസ്മിന്റെ കൂട്ടത്തിലേതാ? 1
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഇബ്രാഹിം അലൈഹി സ്വലാം 3 മൂസ 4 ഈസ 4-ാമത്തെ പദവിയിലാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വമിനൽ മുഖറബീൻ മുഖറബീങ്ങളിൽ പെട്ടവരുമാണ് ഇൻദ റബ്ബിഹി. അപ്പോ വജീഹം ഫിദ്ദുന്യാ വൽ ആഖിറ പറയുമ്പോൾ തന്നെ എന്തായി? ഓർ മുഖറബായിരുന്നു. ആരല്ല? ളാലിമുൽ നഫ്സു അല്ല, മുഖ്തസിദൊന്നും അല്ല എന്ന് കിട്ടില്ല. പിന്നെന്തിനാ വമിനൽ മുഖറബീൻ? അതിന് അർത്ഥം മാറിയത് എന്താ? ആകാശത്തിലേക്ക് ഉയർത്തപ്പെടൽ കൊണ്ടും മലായിക്കത്തിന്റെ സുഹബത്തും കിട്ടിയെന്നാണ് മുഖറബീൻ അർത്ഥം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആവർത്തനം വരും. ഇനി അടുത്തായി വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലാ. ഈസാ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്താണ് പറയുന്നത്. ജനങ്ങളോട് അവർ സംസാരിക്കും. ഫിൽ മഹ്ദി തൊട്ടിൽ കിടക്കുന്ന കാലത്തും വകഹ്ല വയസ്സ് കൂടുന്ന അവസരം ഉണ്ടല്ലോ, അതും. കഹ്ല് രണ്ടർത്ഥം പറയുന്നുണ്ട്. അയ്യുകല്ലിമുഹും ഹാല കൗനിഹി ത്ഫിലൻ വകഹ്ലൻ. കുട്ടിയായ കാലത്തും സംസാരിക്കും, കഹിലായ കാലത്തും സംസാരിക്കും. എന്താ സംസാരം? കലാമൽ അംബിയ അലൈഹിം സ്വലാത്തു വസ്സലാം. അംബിയാക്കൾ സംസാരിക്കുന്ന അതേ കോലത്തിലുള്ള സംസാരം. അപ്പൊ ഇവിടെ കൂടുതൽ അജബാടെന്ന് തിഫില എന്ന സമയത്ത് പൊതുവെ സംസാരിക്കൂലല്ലോ. ബിൻ ഗൈരി തഫാവുത്തിൻ, അതിന് മാറ്റമില്ല, രണ്ടും തുല്യം. തൊട്ടിൽ കിടക്കുന്ന കാലത്തുള്ള സംസാരവും കഹിലായ കാലത്തുള്ള സംസാരവും ഒരുപോലെ. يعني أن تكلمه في حالة الطفولية والكهولة على حد واحد وصفة واحدة. അതാണ് വിഷയം. കുട്ടിയായി സംസാരിക്കുന്നതിൽ അത്ഭുതം ഉണ്ടെന്ന് പറയാം. കഹിലിൽ എല്ലാവരും സംസാരിക്കൂലേ? നമുക്ക് ചർച്ച ഉള്ളത് അങ്ങനെയല്ല. തൊഫോലിയത്തിന്റെ കാലത്തും കുഹൂലത്തിന്റെ കാലത്തും ഒരേ രൂപത്തിലും ഒരേ സിഫത്തിലും സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ അജബ്. വലാ ശക്ക അന്നഹു മിൻ അളമിൽ മുഅ്ജിസാത്ത്, അത് വലിയ മുഅ്ജിസാത്തിൽ പെട്ടതാണെന്ന് പറയണ്ടല്ലോ. റുബിയ അന്ന ലമ്മാ ബലഗ, അന്ന എന്നുള്ളത് അന്നഹു എന്നാണ് ഇബാറത്തിന് ശൈലിയിൽ വേണ്ടത്. അന്ന എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ലമ്മാ ബലഗ ഉംറുഹു എന്ന് പറയുന്ന അർത്ഥയിലല്ല. ഷഹീലിന്റെ ലമീറാണെങ്കിൽ റുബിയ അന്നഹു ലമ്മാ ബലഗ ഉംറുഹു 30 സന. ഈസാ അലൈഹിസ്സലാമിന് 30 വയസ്സ് പ്രായം എത്തിയപ്പോൾ അർസലഹുല്ലാഹു ഇലാ ബനി ഇസ്രായേലിലേക്ക് റസൂലാക്കി നിയമിച്ചു. കണ്ടാ? ഫമകസ ഫീ റിസാലത്തിഹി 30 ശഹ്റൻ. റിസാലത്തിൽ 30 മാസം എന്ന് പറഞ്ഞാൽ 2.5 കൊല്ലം. 30 മാസത്തിന് 2.5 കൊല്ലം. 12 12 24 6 30 2.5 കൊല്ലം റിസാലത്തിൽ കഴിഞ്ഞുകൂടി. സുമ്മ റുഫിഅ ഇലസ്സമായി, പിന്നെ വാനലോകത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പൊ എത്രയായി? 32.5 വയസ്സിലാണ് എന്താക്കിയത് അല്ലേ? അപ്പൊ കഹിലിന്റെ വയസ്സ് ദുന്യാവിൽ ഇവിടെ താമസിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? വൽ കഹിലു മൻ തജാവസൽ 40. 40 കഴിഞ്ഞാൽ കഹില് എന്ന് പറയല്. ഇവിടെ 32 വയസ്സേ ഇവിടെ ഭൂലോകത്ത് കാണപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ 7.5 കൊല്ലത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. സംഗതി ഇതിനാണ്. വഖാറബ ഷൈബിനോട് അടുക്കുകയും വേണം. അപ്പം വലാ യുകല്ലിമുന്നാസ കഹ്ല, അപ്പൊ കഹിലായിട്ട് സംസാരിക്കാൻ ഇവിടെ അവസരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അതിലെന്തുണ്ട്? കഹിലൻ എന്ന് പറയുമ്പോ തിരിച്ചു വന്നിട്ട് സംസാരിക്കുമെന്ന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഹിലൻ എന്ന വാക്കിലെന്തുണ്ട്? ഉയർത്തപ്പെട്ടിട്ട് 40 ഭാഷയെല്ലാം തേഞ്ഞതിന് ശേഷം എന്താക്കും? കുറെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ സംസാരിക്കും. അപ്പൊ ഈസാ അലൈഹിസ്സലാമിന് നുസൂലുണ്ട് എന്ന് കഹിലൻ എന്ന വാക്കിലുള്ളൂ. ഇല്ലാ ബഅദ അൻ യൻസില മിനസ്സമായി ഫി ആഖിറുസ്സമാൻ. അപ്പൊ ആഖിറുസ്സമാനിൽ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമേ കഹിലൻ എന്ന സംസാരമുള്ളൂ. കാരണം 7.5 കൊല്ലത്തിന് വ്യത്യാസമുണ്ട് ഇവിടെ. അപ്പൊ ഫഇന്നഹു ഹീനഇദ് യുകല്ലിമുന്നാസ, ആ അവസരത്തിലാണ് ജനങ്ങളോട് എപ്പോൾ സംസാരിക്കുക? കഹിലായിട്ട് സംസാരിക്കലും വയഖ്തുലു ദജ്ജാലിനെ കൊല്ലലും. ഇനി മറ്റൊന്ന് വമിനസ്സാലിഹീൻ. അപ്പൊ എത്ര സ്ഥാനം പറഞ്ഞു? അത് വജീഹം ഫിദ്ദുന്യാ വൽ ആഖിറതി വമിനൽ മുഖറബീന വയുകല്ലിമുന്നാസ വമിനസ്സാലിഹീൻ എന്നുണ്ടെന്നുണ്ട്. നാലായില്ലേ? ഹാദിഹിൽ അർബഅതു അഹ്വാൽ മുഖദ്ദറത്തുൻ മിൻ കലിമത്തിൻ. ആദ്യ കലിമത്തിൻ എന്ന് വന്നതിൽ നിന്ന് എടുത്തതാണേത്? ഇവർ ആ കലിമത്ത് എന്ന് പേര് പറയപ്പെട്ട മുസമ്മാക്ക് ഈ 4 ഔസാഫുകളുണ്ട്. വൽ മാനാ യുബശ്ശിറുക ബിഹി മൗസൂഫൻ ബിഹാദിഹി സിഫാത്ത്. മറിയം ബീബിക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നു. ബിഹി ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ട് മൗസൂഫൻ ബിഹാദിഹി സിഫാത്ത്, ഈ പറയപ്പെട്ട 4 സിഫാത്ത് കൊണ്ട് മൗസൂഫായിട്ട്. അതായില്ലേ? വദിക്റു ഖൗലിഹി വമിനസ്സാലിഹീൻ എന്നതിനാ പറഞ്ഞത്.
അത് ദലീലുൻ അലാ അന്നഹു ലാ റുത്ബത അഅ്ലമ മിൻ കൗനിൽ മർഇ സാലിഹൻ അലാ നഹ്ജിൽ അസ്ലഹി വത്തരീഖിൽ അക്മൽ. ഏറ്റവും അസ്ലഹായതും ഏറ്റവും അക്മലുമായ തരീഖിലൂടെ ഒരു മനുഷ്യൻ സാലിഹാകുന്നതിനേക്കാൾ വലുതെന്ന് പറയാനില്ല. സാലിഹിന്റെ തഫ്രീയാണ് നബിയാകല്, റസൂലാകല്, വലിയാകൽ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ബീവി ചോദിക്കുന്നു, നേരത്തെ ചോദിച്ച പോലെ, قالت رب أنى يكون لي ولد ولم يمسسني بشر. അതാ ഖാലത്ത് മറിയം ചോദിക്കുന്നത് എത്രാന്നല്ല, മുതലജ്ജിയതൻ ഇലാ റബ്ബിഹ, റബ്ബിലേക്ക് താഴ്മയോട് കൂടിയുള്ള ഒരു ചോദ്യമാണ്. എന്താ? അന്നാ യകൂനു ലീ വലദുൻ, എനിക്കെങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? കൈഫ യകൂനു ലീ വലദുൻ, അത് അലാ വജ്ഹി തഅജ്ജുബി, തഅജ്ജുബിന്റെ വജ്ഹിലാണ്, ഇൻകാറല്ല. നേരത്തെ സക്കരിയ അലൈഹിസ്സലാമിനോട് പറഞ്ഞ അത് തന്നെ. ആദത്തും അസ്ബാബും അല്ലാഹു തആലക്ക് പ്രശ്നമല്ല എന്നാ പറഞ്ഞു. എന്തുകൊണ്ട്? മിൻ ഇസ്തിഅലാമി ഖുദ്റത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ ഇസ്തിഅലാം. അതിനെ പണ്ടക്മൽ ഫൈനൽ ബശരിയ്യത തഖ്തലി തഅജ്ജുബ, മനുഷ്യന്റെ പ്രകൃതി എന്താണെന്നറിയോ? ആദത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ എനിക്ക് അജബുണ്ടാവുക എന്നുള്ളത് പൊതുവേ പതിവാണ്. ആദത്തിനെതിരായിട്ട് ഒരു അത്ഭുതം വരും. ആദ്യം ഇലക്ട്രിക് വന്ന കാലം തളിപ്പറമ്പിൽ 1-ാം നമ്പർ മീറ്ററിന് ഇലക്ട്രിക് വന്നപ്പോ എത്ര ആള് കൂടി, വലിയൊരു ജനക്കൂട്ടം തന്നെ. എന്തിന്? ചുറ്റുടുമ്പം കത്തുന്ന കടയിൽ. എന്താന്ന്? അതുവരെ എണ്ണക്കൂടും പാനൂസും കൊണ്ട് കത്തിച്ചു കഴിഞ്ഞല്ലേ. അപ്പൊ ആദത്തിന് വിരുദ്ധമായ സംഗതി വന്നതാണ്. ഈടെ തുടമ്പൊക്കെ അവിടെ തിരിയുന്നു. അത് ഇയാള് വേണ്ടാന്ന്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞ കേട്ടാ കിട്ടു. അപ്പൊ ആ ലൈറ്റ് എന്താകുന്നു? ഇയാള് പറഞ്ഞ പോലെ കേൾക്കുന്നുണ്ട്. ഇയാള് വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ട് ആദത്ത് വന്ന് നോക്കുമ്പോ ഒരു അജബോലും ആൾ കൂട്ടൂല്ല. പണ്ട് ആദ്യമായി ടി വിക്ക് കൂടി ബസ് ഓടിയാൽ കാണാൻ വേണ്ടി മുക്കോലെന്നും ആ മുക്കൊന്നും നാട്ടും പുറത്തും നമ്മളെ പുരക്ക് മണ്ണക്ക് വന്നിട്ടാണ് ആള് കേമ്പടിക്കല്, കുറേ പെണ്ണുങ്ങന്മാർ. അപ്പം വണ്ടി അടന്നൊക്കെ സ്റ്റോപ്പ് എന്നൊരാൾ വിളിച്ചു പറയുമ്പോൾ വണ്ടി അവിടെ നിൽക്കുന്നു. പോവാന്ന് പറയുമ്പോ പോകുന്നു. എന്താണ്? എന്തൊരു പുത്തീന സാധനത്തിന് പറഞ്ഞ പോലെ കേൾക്കുന്നമ്മ. സ്റ്റോപ്പ് എന്ന് പറയുമ്പോക്ക് നിന്ന് പോവാന്ന് പറയുമ്പോഴേക്ക് പോക്കായി. എന്തൊരു പുത്തിയാന്ന് അതിന് അല്ലാഹ് കൊടുത്തു. എന്നിട്ട് ഓനിക്കൊരു വലിയ തക്കബുറു, ഓനെ വെച്ച് മറക്കലുണ്ട്. വെച്ച് മറന്ന ഒരു സഹകരണ ആശുപത്രി നടത്തുമ്പോ പോന്നിട്ട് കയറില്ല. നമ്മളെ പരിചാടം നിർത്തിയ വണ്ടി വിട്ട് സഹകരണ ആശുപത്രിയിൽ എത്തുന്ന പാഞ്ഞ പോയിട്ട് കയറുന്നുണ്ട്. വെച്ച് മറന്നയുടെ ഇതെന്താ? അത് കാണിക്കില്ല വെറുതെ. അപ്പൊ മനുഷ്യന്റെ പ്രകൃതി എന്താ? ഫൈനൽ ബശരീയത്തെ തഖ്തലി തഅജ്ജുബ മിമ്മാ വഖഅ അലാ ഖിലാഫിൽ ആദാം, ആദത്തിന് വിരുദ്ധമായി കാണുന്ന കാര്യത്തിൽ അജബ് ഉണ്ടാകലാന്ന് മനുഷ്യന്റെ പ്രകൃതി അല്ലേ? ഇത് കാണാം. ഇത് ലം തജ്രി ആദത്തുൻ ബിഅൻ യൂലദ വലദുൻ ബിലാ അബിൻ, അബില്ലാതെ കണ്ട് വലത് ജനിക്കാന്നുള്ളത് ആദത്തിലില്ലല്ലോ. അത് വലം യംസസ്നി ബശറുൻ ഐ ആദമിയുൻ എന്നെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കിനായത്തുൻ അനിൽ ജിമാഅ് വൽഹാലു അന്നി അലാ ഹാലത്തിൻ മുനാഫിയത്തിൻ ലിൽ വലദ്, ഒരു വലത് ജനിക്കാനുള്ള എതിരായ ഹാലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പൊ അവിടെ വയസ്സും പ്രായം പറഞ്ഞിട്ടില്ലേ? അത്രക്കൊന്നും ബീബിക്ക് വയസ്സില്ലല്ല. എന്നല്ലേ ഞാൻ തൊണ്ടിയായിപ്പോയി എന്ന് പറയല്. സക്കരിയ അലൈഹിസ്സലാമിന്റെ 98ഉം 99ഉം വയസ്സുണ്ടോ? അതിവിടെ പറയാനില്ലല്ലോ. അള്ളാഹു പറയുന്നു, ഒന്നുകിൽ അള്ളാഹു അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം, കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ, ഇപ്രകാരമാണ് അല്ലാഹു തആല മാ യശാഉന പടക്കൽ. അല്ലാഹു യഖ്ലുഖു മാ യശാഉ അൻ യഖ്ലുഖഹു, അത് മുമ്പേ പറഞ്ഞല്ലോ. മാ യശാഉന മഫ്ഊൽ കൂട്ടി കൊടുത്തത്. ഖൽഖൻ മിസ്ല ദാലികൽ ഖൽഖി, അതിന്റെ മാന കദാലിക്കന്റെ മാന. കദാലിക്കി എന്ന് പറഞ്ഞില്ലേ? ദാലിക്കിനോട് തശ്ബീഹാക്കിയിട്ടല്ല കദാലിക്കി എന്ന് പറയുന്നു. അപ്പം മുശബ്ബഹേത് പടക്കാത്ത മറ്റു വസ്തുക്കൾ, ദാലിക്കത ഈ കോലത്തിൽ പടക്കല്. ചോദിച്ച് മനസ്സിലായില്ല? കാ ഇട്ടിട്ട് പറഞ്ഞ കാന്റെ ഇപ്പുറം ഏതാണ്? മുശബ്ബഹ് ബിഹിയാണ്. ദാലിക്ക് ഏതാണ്? മറിയം ബീബിക്ക് അല്ലാഹു തആല കുട്ടിനെ കൊടുത്തത്. ഇതുപോലെ അങ്ങനെ പലതും ഇവിടെ നടത്തും. അല്ലദീ ഹുവ ഖൽഖുൽ വലദി മിൻ ഗൈരി അബിൻ,
ഇനി ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഇദാ ഖളാ അംറൻ അയ അറാദ ഷൈഅൻ, ഒരു സാധനത്തിന് ഉദ്ദേശിച്ചാൽ. വാസുലുൽ ഖളാ എന്നാണ് അൽ ഇഹ്കാം എന്നാണ്, നടപ്പിൽ വരുത്തുക എന്നാണ് ഖളാഇന്റെ അർത്ഥം ഉണ്ടാവില്ലേ. ഉത്ലഖ അലൽ ഇറാദത്തിൽ ഇലാഹിയ്യ, ഇലാഹിയ്യ ഇറാദത്തിന്റെ മേലാണ് എന്താക്കിയത് ഖളാ എന്ന് പ്രയോഗിച്ചത്. എങ്ങനത്തെ ഇറാദത്താണ്? അൽ ഖത്ഇയ്യ, അത് ഖത്ഇയ്യാണ്, അനിഷേധ്യമായിട്ട് പുലരും. അൽ മുതഅല്ലിഖത്തി, എങ്ങനത്തെ ഇറാദത്താണ്? ഒരു ഷൈഇന്റെ വുജൂദുമായി തഅല്ലുഖായത്. ഇറാദത്ത് വുജൂദിനോടാണ് തഅല്ലുഖായെങ്കിൽ ആ സാധനം മൗജൂദാകും. അതുമിനോട് തഅല്ലുഖായാൽ അതുമുണ്ടാകും. ഇനി അതുമിനോട് താല്ലുക്കാതാണെങ്കിൽ അതങ്ങനെ പോകും. ഖബലത്തുൽ അതും എന്ന് പറഞ്ഞ സാധനത്തിൽ അങ്ങനെ നീണ്ടുപോകും. വുജൂദിനോട് താല്ലുക്കാണെങ്കിൽ എപ്പോൾ, എവിടെ, എങ്ങനെ, എത്ര എന്നുള്ള കൈതെല്ലാം 6 തഫ്സീസാത്തുകൾ വരും. അല്ല അക്കീദയിൽ ഒതുക്കഴിഞ്ഞു. ഇത്ര സമഗ്രമായ അക്കീദ് വേറെവിടെ ഓതാൻ കിട്ടലില്ല. അതിൽ ഈജാബിയ്യത്തി ഇയ്യാഹു, ആ സാധനത്തിന് അത് വാജിബാക്കി കളയുന്നവരുന്നു. അൽബത്ത, അപ്പം എന്താക്കി എനിക്ക് അള്ളാഹുവിന്റെ പേര് വന്നിട്ടുണ്ട്. ഒരു സാധനത്തിന്റെ വുജൂദിനോട് അള്ളാഹുവിന്റെ ഇറാദത്ത് ബന്ധപ്പെട്ടാൽ ആ അസ്ൽ മുംകിനാണെങ്കിലും എന്താകുന്നത് വാജിബാവും. വാജിബുൽ ഗൈരി. ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, അതിനോട് കുൻ എന്ന് പറഞ്ഞാണ് ഫയകൂൻ. കുൻ ഫയകൂൻ മൊത്തം പറയലല്ല, കുന്നേ പറയേണ്ടുള്ളൂ. ഫയകൂൻ മിൻ ഗൈരി തറയ്യുസിൻ, ഒട്ടും താമസമില്ല. അവരെന്തെന്ന് കുൻ എന്ന് പറയലല്ല ഉദ്ദേശിക്കുന്നത്. വഹുവ തംസീലുൽ കമാൽ ഖുദ്റത്തിഹി തആല, അല്ലാഹു തആലാന്റെ ഖുദ്റത്തിന്റെ കമാലിന് ഒരു ഉപമ പറഞ്ഞതാണിത്. ഇവിടെ സ്വിച്ചിട്ട് അവിടെ കത്തുന്ന സ്വിച്ചുമില്ല, കത്തലുമില്ല, ഇടലുമില്ല. ഉപമ. വസുഹൂലത്തി തഅത്തിൽ മഖ്ദൂറാത്തി ഹസ്ബ മാ തഖ്തളിഹി മശീഅത്തുഹു, മശീയത്ത് തേടുന്ന അനുസരിച്ച് എന്താക്കും മഖ്ദൂറാത്ത് ഇവിടെ പെട്ടെന്ന് പോലും. അപ്പൊ ഖുദ്റത്ത് ഇറാദത്തും കൂടി ഇങ്ങനെ ഒക്കെ നടക്കുന്നു. ഖുദ്റത്ത് ഇങ്ങനെ കാത്തിരിക്കുന്നു. ഇറാദത്തിൽ ടൈം വെച്ചപ്പോൾ എന്തായ സംഗതി നടന്നു. ഈ മുക്കമ്പനത്തുണ്ടല്ലോ മൗജൂദാന്റെ സാധനം, അത് എളുപ്പത്തിൽ ഉണ്ടായിത്തീരും എന്നുള്ള തസ്വീറാണ്. അതെന്താണുള്ളത്? ബിമാ ഉലിമ ഫീഹാ മിൻ ഇതാഅത്തിൽ മഅ്മൂരിൽ മുതീഇ, വഴിപ്പെടുന്ന മഅ്മൂറായ സാധനം വഴിപ്പെടലിനാൽ ഇൽ അംദിൽ ഖവിയിൽ മുതായി, വഴിപ്പെടപ്പെടേണ്ട ആയ അമ്രുണ്ടല്ലോ, ലിൽ ആമിരിനായിരിക്കും. ആമിരിൽ ഖവി, ഈ വെളിപ്പെടേണ്ട ആളുണ്ടല്ലോ, വെളിപ്പെടപ്പെടുന്ന മുത്തായിലെ ആമിർ, അദ്ദേഹത്തിന് എളുപ്പത്തിൽ വെളിപ്പെടും എന്നതാണ് അതിനുള്ളിലുള്ള സിർറ്. ആമിർ എന്താ വേണ്ടി? ലിൽ ആമിരിൽ ഖവിയിൽ മുതായി. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന മർയമ റളിയല്ലാഹു അൻഹ കാനത് ഫീ ഖുർഫത്തി, അവർ റൂമിലായിരുന്നു. സിത്രാൻ, അതിനിടയിൽ മറ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 7 വാതിലുണ്ടെന്ന് പറഞ്ഞു. എന്തുണ്ട്? ഇദാഹിയ ബി റജുലിൻ, അപ്പോഴതാ ഒരു റജുലിനെ കാണുന്നു. അലൈഹി സിയാബും ബീളുൻ, വെളുത്ത വസ്ത്രം ധരിച്ച. വഹുവ ജിബ്രീലായിരുന്നു. തമസ്സല ലഹാ ബശറൻ സബിയ്യ എന്ന് ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ബശറും സബിയായിട്ട് കോലം മാറിയതാണ്. അത് താമൽ ഖൽഖി. ഫലമ്മാ റഅതുഹു, അപ്പോൾ ആ ബീബി കണ്ടപ്പോൾ ഖാലത് അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ എന്ന് മറിയം സൂറത്തിൽ പറഞ്ഞതാ. സുമ്മ നഫഖ ഫീ ജൈബി ദർഇഹാ, അപ്പോൾ കുപ്പായത്തിന്റെ മാറിൽ ഊതിയപ്പോൾ ഹത്താ വസലത്തിൻ നഫഖതു ഇല റഹിമി, ആ നഫഖത്ത് എവിടത്തേക്ക് എത്തി? റഹിമിലേക്ക് എത്തിയപ്പോൾ ഫഹമലത് ബിഹി, ഈസാ അലൈഹിസ്സലാമിന്റെ ഗർഭം ധരിച്ചതാണ്. ഇനിയും ഈസാ അലൈഹിസ്സലാമിന് മുഅ്ജിസത്ത് ഉണ്ടെന്നാ. وَيُعَلِّمُهُ الْكِتَابَ وَالْحِكْمَةَ وَالتَّوْرَاةَ وَالْإِنْجِيلَ وَرَسُولًا إِلَى بَنِي إِسْرَائِيلَ أَنِّي قَدْ جِئْتُكُمْ بِآيَةٍ مِّن رَّبِّكُمْ أَنِّي أَخْلُقُ لَكُم مِّنَ الطِّينِ كَهَيْئَةِ الطَّيْرِ فَأَنفُخُ فِيهِ فَيَكُونُ طَيْرًا بِإِذْنِ اللَّهِ وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين
ومصدقا لما بين يدي من التوراة ولأحل لكم بعض الذي حرم عليكم وجئتكم بآية من ربكم فاتقوا الله وأطيعون. അവിടെ എന്താക്കി ഈസാ അലൈഹി സ്വലാമിന്റെ മുഅ്ജിസാത്താൻ നീണ്ടുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ കിട്ടും. ഇല്ല, നീണ്ടുവന്നായിട്ട് ചിലർക്ക് പരാതിയാവും.